കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം കേൾക്കാമോ? കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ഈ ഭൂമിയുടെ ശേഷിപ്പിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹെബ്രോൻ ഇന്റർനാഷണൽ സഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് പാസ്റ്റർ, തൻ്റെ കുടുംബം, സഭ എല്ലാവർക്കുമുള്ള ക്രിസ്തീയ വന്ദനങ്ങളെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളുടെ ഇടയിൽ നടന്ന ഒരു അർദ്ധരാത്രി പ്രാർത്ഥനയിൽ, മുഴുരാത്രി പ്രാർത്ഥനയിൽ പ്രഭാതത്തിൽ കടന്നു വരികയും ദീർഘ സമയമെടുത്ത് കർത്താവ് തന്നെ നടത്തിയ അനുഗ്രഹീതമായ വഴികൾ, വിശ്വാസത്തിന്റെ വേല സവിസ്തരമായിട്ട് ഞങ്ങളോട് അറിയിക്കുവാൻ ഇടയാത്തിരുന്ന കാര്യം ഞാൻ ഓർക്കുന്നു. അത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. വിശ്വസിക്കുന്ന വിശ്വാസവീരന്മാരുടെ വിശ്വാസത്തിൽ ചലിക്കുന്ന ഒരു സ്വർഗം ഉണ്ടെന്നുള്ളതിന്റെ സാക്ഷിയായി ശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസനെ ആ ദേശത്ത് ദൈവസഭയിൽ നിർത്തിയിരിക്കുന്ന ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളിവിടെ ദീർഘദിവസങ്ങളായിട്ട് ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജൂൺ മാസം 17 തുടങ്ങിയ ഉപവാസ പ്രാർത്ഥന ഇന്ന് എൻ്റെ ഓർമ്മയിൽ 26 27 ദിവസമായി. ഈ ഓർമ്മയൊക്കെ നമ്മൾ ദിവസം എണ്ണുന്നില്ല, എന്നാലും 26-ാമത്തെയോ 27-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു. ലോക്ക്ഡൗൺ ആരംഭിച്ച അന്ന് മുതൽ ഞങ്ങൾ ഓൺലൈൻ പ്രാർത്ഥന ആരംഭിച്ചു. ദിവസവും 3 മീറ്റിങ്ങുകളായിട്ട്, 2-3 മീറ്റിങ്ങുകൾ എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പം ഞാൻ കൂടുന്നത് 4ാമത്തെ മീറ്റിംഗ് ആണ്. രാവിലെ ഒരു മീറ്റിംഗ് പ്രഭാത പ്രാർത്ഥന ഉണ്ടായിരുന്നു, 1.5 മണിക്കൂർ. ഇന്നത് 1 മണിക്കൂർ നടത്തിയുള്ളൂ. ആദ്യമായിട്ടാണ് 1 മണിക്കൂറായി കുറയ്ക്കുന്നത്. പകല് 11:30 മണി മുതൽ 1:30 വരെ അടുത്ത മീറ്റിംഗ് ഉണ്ട്. 2 മണിയാവും, 2:30 ആവും. അത് കഴിയുമ്പോൾ കൃപാവരങ്ങൾ എന്ന വിഷയം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 7 മണി മുതൽ രാത്രി 9:30 വരെ മീറ്റിംഗ് നടക്കുന്നു. അതിനുശേഷം ഇന്ന് ഒരു എക്സ്ട്രാ കിട്ടിയ സന്ദർഭമാണ് ഈ മീറ്റിംഗ്. പക്ഷെ എനിക്ക് ഒട്ടും ക്ഷീണമില്ല. നിങ്ങളെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു. ഞാൻ 27 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു ജ്യൂസും കുടിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ഉപവാസിക്കുന്നവരൊക്കെ ആൾക്കാർ ജ്യൂസ് കുടിച്ചിരിക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരു ജ്യൂസും കുടിച്ചിട്ടില്ല. വല്ലാതെ ക്ഷീണം വരുമ്പോൾ കരിക്ക് വെള്ളം, വല്ലാതെ ഈ തുറമാനം പ്രസംഗിക്കുമ്പം വളരെ ക്ഷീണം തോന്നുമ്പോൾ കരിക്ക് വെള്ളം ഇടയ്ക്ക് കുടിച്ചിട്ടുണ്ട്. എന്നാലും ഒരു ജ്യൂസ് ഇതുവരെ കുടിച്ചിട്ടില്ല. നിങ്ങളുടെ മുഖത്തൊന്നും ഒരു സന്തോഷമില്ല. എന്നെ കണ്ടിട്ട് ഹെലികോപ്റ്ററിൽ വന്ന ആളെ പോലെ നിൽക്കുന്നുകൊണ്ട് തോന്നുന്നതാണോ, അങ്ങനെ നിങ്ങൾ പേടിച്ചിട്ടാണോ നിങ്ങളുടെ മുഖം ഇങ്ങനെ? കുറേ പേരാണെങ്കിൽ വീഡിയോ ഒക്കെ അടച്ചിട്ടിരിക്കുക. ഞാനിവിടെ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് നിങ്ങളെ ഇതിനകത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ഇരുണ്ട എന്താ പറയുക, മൂടുപടം പോലെ, കരിമ്പടം പോലെയാണ് എനിക്ക് കുറേ നമ്പറുകൾ കാണാനുള്ളത്. ഏതായാലും നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നമുക്ക് അല്പനിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനം ധ്യാനിക്കുകയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എനിക്കൊരു കാര്യം ഈ ലോക്ക്ഡൌണിൽ എനിക്ക് മനസ്സിലായത്, നമ്മൾ ഈ പഠിച്ചു വന്ന വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുന്നത് കാണുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ സാവകാശം നൽകി. ഞാൻ തൃശ്ശൂർ ടൗണിൽ ഇന്ത്യ പെന്തക്കോസ്ത് സേവ് സഭ പീച്ചി സെന്ററിന്റെ തൃശ്ശൂർ ടൗൺ ചർച്ചിലെ ശുശ്രൂഷകനാണ്. സാധാരണ IPC പാസ്റ്റർമാർ 3 വർഷത്തേക്കാണ് ഇരുത്തുക. ഞാൻ ഈ ചർച്ചിൽ വന്നിട്ട് ഇത് 20ാമത്തെ വർഷമാണ്. കഴിഞ്ഞ 20 വർഷം ഈ ചർച്ചിൽ ശുശ്രൂഷിപ്പാനായിട്ട് കർത്താവ് എനിക്ക് സാവകാശം നൽകി. 20ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു. സുവിശേഷവേലയ്ക്ക് ഇറങ്ങിയിട്ട് 23 വർഷം കഴിഞ്ഞു. എൻ്റെ 24ാമത്തെ വർഷമാണിത്. 4 വർഷം ബൈബിൾ സ്കൂളിൽ പഠിച്ചു ഞാൻ. എൻ്റെ അപ്പച്ചൻ പാസ്റ്ററാണ്, പീച്ചി മാഷ് എന്നറിയും. പീച്ചി മാഷിന്റെ പെങ്ങളുടെ മകനാണ് ഞാൻ പറയാൻ കാരണം, ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. പെന്തക്കോസ്തിന്റെ അല്പമായ പാരമ്പര്യങ്ങളൊക്കെ ഇല്ലാതില്ല. പീച്ചി മാഷ്, കെ തോമസ് ഒക്കെ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ആങ്ങളമാരാണ്. ആ കുടുംബത്തിൽ ആ സെന്ററിലെ ഒരു ചർച്ചിലാണ് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ചർച്ചിനകത്ത് ഈ 19 വർഷം കാണാത്ത ഒരു കൃപാവരങ്ങളുടെ പകർച്ച ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൃപാവരങ്ങളുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക ചർച്ചിനകത്ത്. എൻ്റെ ബുക്കിനകത്ത്, ഇതെൻ്റെ നോട്ട്ബുക്കാണ്. ഈ നോട്ട്ബുക്കിനകത്ത് 20 പേര് ഈ പ്രാവശ്യം ഈ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ പുതിയതായിട്ട് ദൈവം കാണിച്ച കാഴ്ചകൾ, സ്വപ്നങ്ങൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതി കാണിക്കുന്ന വെളിപ്പാടുകൾ, ദൈവശക്തി വന്നപ്പോൾ ആ ദൈവശക്തിയാൽ അവർ അനുഭവിച്ച ദർശനങ്ങൾ, ഹെവനിൽ പോയ വിസിറ്റേഷനുകൾ നടന്നത് ഞാൻ ഈ പുസ്തകത്തിനകത്ത് ഓരോരുത്തരും പറഞ്ഞ സാക്ഷ്യങ്ങൾ. ഞങ്ങളുടെ രാവിലെ പ്രാർത്ഥന ഞങ്ങൾ അങ്ങനെ പറയാനായിട്ട് അവർക്ക് സാക്ഷ്യങ്ങൾ പറയാനായിട്ട് സമയം കൊടുക്കും. ആ സമയത്ത് അതിനകത്തുള്ള സാവകാശം കൊടുക്കാറുണ്ട്. അങ്ങനെ
20-ൽ പരം വ്യക്തികൾ ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ കൃപാവരങ്ങളിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് സാവകാശം നൽകി. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു സ്വത്രം വെറുതെ പറഞ്ഞേരെ. കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്, ഇന്നും കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. അത് കൊറോണ വന്നാലും മറോണ വന്നാലും ചൊറോണ വന്നാലും എന്നെ ഓണ വന്നാലും കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്ന, നമ്മുടെ ദൈവഭയത്തെ വളർത്തുന്ന, ദൈവഭക്തിയെ വളർത്തുന്ന വചനങ്ങൾ ധ്യാനിച്ച് നാം വിശ്വാസത്തിൽ വളരാൻ തയ്യാറാണെങ്കിൽ, നാം ക്രിസ്തുവിലേക്ക് തിരിയാൻ തയ്യാറാണെങ്കിൽ നമ്മെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. ഒരു ആമേൻ ശക്തിയോട് നമുക്ക് പറയാം, ഒരു സ്തോത്ര ശക്തിയോട് പറയാം. നമുക്ക് അജു ബ്രദർ കൂടെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അജു ബ്രദർ അല്ലേ വന്നിരിക്കുന്നത്? അജു എന്ന് എനിക്ക് കാണിച്ചിരിക്കുന്ന ബ്രദർ. അജു ബ്രദർ എനിക്ക് മാസ്ക് വെച്ചോന്നുണ്ടോ എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ഇച്ചിരി ലോങ് ആണ് നിൽക്കുന്നത്, ടി വിയിൽ കാണാവുന്ന. ഓക്കെ, അജു ബ്രദർ ഞങ്ങളുടെ ക്ലാസ്സിനകത്ത് നിരന്തരം വന്ന് പങ്കെടുക്കാറുള്ള സഹോദരനാണ്. മിക്ക ഗ്യാപ്പ് കിട്ടുമ്പോൾ മുഴുവൻ താൻ വരാറുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം മറ്റൊന്നുമല്ല, ഞാൻ നിങ്ങളെ ഒന്ന് ദൈവാത്മാവിനെ ഒന്ന് ഒരുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്കറിയില്ല ഈ മീറ്റിംഗിൽ കർത്താവിന്റെ ദാസൻ എത്ര ദിവസം ആരംഭിച്ചിട്ട് എത്ര ദിവസം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞങ്ങളുടെ ചർച്ചിനകത്തുള്ള വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, പാസ്റ്റർ ഈ മീറ്റിംഗ് നിർത്തരുത്, ലോക്ക്ഡൌൺ മാറിയാലും ഈ മീറ്റിംഗ് നിർത്തരുതെന്നാണ് എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. കാരണം അങ്ങനെ ദൈവാത്മാവ് പ്രവർത്തിക്കുകയാണ്. ഇനി എന്റെ സാക്ഷ്യം പറയാം. ഞാനിത് ഈ ബൈബിള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അറിയാത്ത കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ടെങ്കിലും കർത്താവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് തുടങ്ങാം. അതാണ് നമുക്ക് നന്നായിരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷത്തിൽ ജീവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ഈ 114 ദിവസം. സത്യം പറയാ നിങ്ങളുടെ അടുത്ത്, ഈ 114 ദിവസം ആണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിച്ചത്, ഏറ്റവും കൂടുതൽ ദൈവിക പ്രൊവിഷൻ അനുഭവിച്ചത്. ഒരു സെക്കൻഡ് പോലും ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ വിചിന്തനം ചെയ്യേണ്ടി വന്നിട്ടില്ല, പേടിക്കേണ്ടി വന്നിട്ടില്ല, ഭാരപ്പെടുന്നത് ആർക്കും ഒരു മുഖത്തൊരു അയ്യോ അങ്ങനെ ഒരു മനുഷ്യനെങ്കിലും ഇങ്ങനെ പറയുന്നില്ല ധൈര്യത്തോടെ. ഇങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. നിങ്ങൾ ഇനി നോണയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഞാൻ ഈ ഇത്രയും ദിവസം ദൈവത്തിന് ഒരു ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് പറയുന്നുണ്ടല്ലോ. 1% ഒരു കാര്യത്തിന് പോലും ഭാരപ്പെടാനോ വിചിന്തനം ചെയ്യാനോ തളരാനോ ഞാൻ എന്നെ മനസ്സിനെ അനുവദിച്ചിട്ടില്ല. മാത്രമല്ല ഏറ്റവും കൂടുതൽ നന്മ എന്റെ കയ്യിൽ വന്നത് ഈ 3 മാസം കൊണ്ടാണ്. ഞാൻ പരാതി പറയല്ല, ഇങ്ങനെയല്ല നിങ്ങൾ കേൾക്കണ്ടേ. മറ്റതെല്ലാം നമ്മൾ എന്താ കേൾക്കുന്നത്? ഭയങ്കര കഷ്ടമാണ്, സുവിശേഷ പോലെ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, സഹോദരന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ അതല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഞാൻ ഏറ്റവും സമൃദ്ധി ജീവിക്കുന്ന വർഷങ്ങളാണ്, സമയങ്ങളാണ്, മാസങ്ങളാണ്. ഈ മാസങ്ങൾ, ഈ 3-4 മാസമാണ് ഏറ്റവും സമൃദ്ധി ജീവിച്ചിട്ടുള്ളത്. ലോകത്തിൽ എവിടെ നിന്നൊക്കെയാണ് കർത്താവ് നന്മകൾ അയച്ചെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തമില്ല. അങ്ങനെ ദൈവം നന്മകൾ അയച്ച വർഷമാണ് ഈ വർഷം. ഈ മാസങ്ങൾ നമ്മുടെ ദൈവം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം. ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചുകൊണ്ട് വിശ്വാസത്തെ കുറിച്ചാണ്. നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാം. ഇനി ഇപ്പൊ ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, കൊറോണ വന്നാലൊക്കെ സൗഖ്യമാകുമെന്ന്. കൊറോണ വന്നു കഴിഞ്ഞാൽ കുറെ ദിവസം ആശുപത്രിയിലൊക്കെ പോയി കിടക്കണ്ടേ, അത് സൗഖ്യമാകും? ഞങ്ങളുടെ ചർച്ചിനകത്തുള്ള ഒരു ഫാമിലിയുടെ ഒരു മോൾക്കുണ്ടായ അനുഭവം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് നിങ്ങളുടെ മനസ്സൊന്ന് ഒരുക്കപ്പെടാനും നിങ്ങളുടെ ഫെയ്ത്ത് വർദ്ധിക്കാനും ഈ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ഒരു പക്ഷേ ഉപകരിക്കപ്പെടും. കാരണം ഇത് ഈ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളാണ്. ഞങ്ങളുടെ ചർച്ചിനകത്ത് ബാബു ബ്രദർ എന്ന് പറയുന്ന മിനു സഹോദരി എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ട്. നെല്ലിക്കുന്ന്, തൃശ്ശൂരുകാർക്ക് അറിയാം, നെല്ലിക്കുന്ന് കുറയിലാണ് അവർ താമസിക്കുന്നത്. അവരുടെ മകള് ദീപക് മരുമകനാണ്, മകൾ നീതു. അവള് UK അവൾക്ക് ജോലി കിട്ടി, അവള് നേഴ്സായിട്ട് പോയി. ഞങ്ങളുടെ ചർച്ചിൽ നടന്ന മീറ്റിങ്ങിൽ അവളെ കുറിച്ച് കർത്താവ് പറഞ്ഞ കൃത്യമായ ദിവസങ്ങൾ, ഡിസംബർ മാസം 31-നകം പോകുമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ അവൾ ഇവിടുന്ന് പോകേണ്ടി വന്നു. അവൾക്ക് അവിടെ പോയി ജോലി കിട്ടി. അവളവിടെ ചെന്ന് ജോലിക്ക് കയറിയിട്ട് ഞാൻ ഈ സാക്ഷി പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ലോ, ഒരു തെളിച്ചുമില്ല, നിങ്ങളുടെ ഒരാളുടെ മുഖത്തൊരു തെളിച്ചില്ല. എന്താ പറ്റും? എന്നെ ഇഷ്ടപ്പെടാനിട്ടാണോ? അത് വെള്ളയിട്ടിട്ടാണോ? ഞാൻ നിങ്ങളെ പേടിച്ച് വെള്ളയിട്ടതാ, ഞാൻ വെള്ളയിടുന്ന ആളല്ല. ഞാൻ നല്ല ഒന്നാതിനെ കറുപ്പിട്ടിട്ടാണ് ശുശ്രൂഷിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ദൈവശക്തി വെളിപ്പെട്ടിട്ടുള്ളത് കറുപ്പ് ഡ്രസ് ഇടുമ്പോഴാണ്. അതുകൊണ്ട് ഇനി കറുപ്പിട്ടാലേ ദൈവശക്തി വെളിപ്പെടും ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ വിഷമം കണ്ടിട്ട് ഞാൻ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു പോയതാണ്. ഞാൻ സാക്ഷി പറയുന്നത് നടന്ന കാര്യം പറഞ്ഞ് ഞാൻ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഈ നീതു എന്ന് പറയുന്ന മോള് താൻ അവിടെ പോയി ജോലിക്ക് കയറി. അവളുടെ ഭർത്താവ് കൊടുന്ന് മാർച്ച് മാസം പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ പോകാൻ പറ്റിയില്ല. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. താൻ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ആരംഭിച്ചു. എന്തോ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഈ മോളെ കുറിച്ച് ഭയങ്കര ഭാരം. ഞാൻ നിരന്തരം കർത്താവിന്റെ ജീവനെ കുറിച്ചുള്ള വചനങ്ങളും വാക്യങ്ങളും സന്ദേശങ്ങൾ, കത്രിമേശകളിൽ പകരപ്പെടുന്ന ജീവനെ കുറിച്ചുള്ള സന്ദേശങ്ങളുടെ ക്ലിപ്പുകളൊക്കെ മോൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. എൻ്റെ വൈഫ് ഒരു സ്വപ്നം കണ്ടു, നീതു ഒരു പ്രത്യേക പ്രശ്നത്തിലാകുന്നു എന്നൊരു സ്വപ്നം കണ്ടു.
ഏതായാലും തൊട്ടുപുറകിൽ ഒരു ഭയങ്കര ഭാരമായിരുന്നു കുറച്ച് ദിവസം മോളെ കുറിച്ച്. അവളവിടെ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. തൊട്ടടുത്ത ദിവസം നടന്ന സംഭവം എന്ന് പറയുന്നത്, ഇവള് NICയിലാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് അവൾ ചികിത്സിക്കാനായിട്ട് അവൾക്ക് കിട്ടിയത് അവിടെ വാർഡിലുണ്ടായിരുന്ന ഒരു കൊച്ചു കുട്ടിയായിരുന്നു. തലേ ദിവസം ഡെലിവറി നടന്ന ഒരു കൊച്ചായിരുന്നു. ആ കൊച്ചിന് നല്ല പനിയായിരുന്നു. പല മരുന്ന് കൊടുത്തിട്ടും കുറയുന്നില്ല. വൈകിട്ട് 4 മണിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ കൊച്ചിന് കോവിഡ് ആയിരുന്നു. കൊച്ചിന് പോസിറ്റീവ് ആയിരുന്നു. അങ്ങനെ കൊച്ചിനെ ഇവളെയും കൂടെ, ഇവളൊരു ഡ്രസ്സും ഇല്ലാണ്ട്, അതായത് പ്രിക്കോഷൻസ് ഡ്രസ്സുകൾ ഒന്നും ഇല്ലാതാണ് ഇവൾ വർക്ക് ചെയ്തിരുന്നത്. ഇവളെയും കൊച്ചിനെയും കൂടെ ഒരു പ്രത്യേക മുറിക്കകത്തേക്ക് മാറ്റി. ഇത് ഈ കോവിഡിന്റെ ആരംഭ സമയത്തെ കാര്യം ഞാൻ ഈ പറയുന്നത്. അങ്ങനെ മുറിക്കകത്തേക്ക് മാറ്റി. ആരും ഇവിടെ മുറിക്കകത്തേക്ക് പോകുന്നില്ല, പേടിച്ചിട്ട്. ഡ്യൂട്ടിക്ക് വേറെ ആരും, ഡ്യൂട്ടി കൈമാറാൻ ആരും പോകുന്നില്ല. അർദ്ധരാത്രി ആയിട്ടും പാതിരാത്രി ആയിട്ട് 8 മണി 9 മണിക്കായിട്ട് ആരും ഡ്യൂട്ടി കൈമാറാൻ ചെല്ലുന്നില്ല. പക്ഷെ അപ്പോഴേക്കും ഇവൾക്ക് ചെറിയ എന്താ പറയുക പ്രയാസങ്ങൾ തുടങ്ങി. എന്തിനേറെ പറയുന്നു, ഇവൾക്ക് ആകെ പ്രയാസമായി, ഭയങ്കര തലവേദന, കഴുത്തിന് വേദന, ഇവളൊക്കെ ആകെ പ്രയാസമായ. കൊച്ചിന് കുറച്ച് പ്രശ്നമുണ്ടായി. അത് ഇവളുടെ അകത്ത് നൽകിയ ദൈവാത്മാ നൽകിയ നിയോഗത്തിൽ ഇവൾ പറഞ്ഞു, ഡോക്ടർ അങ്ങനെ ചെയ്തു. പോട്ടെ, ഞാൻ ഇവളുടെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവള് വീട്ടിൽ വന്ന്, ഇവൾക്ക് റൂമിൽ വന്ന് ഇവൾക്ക് ഭയങ്കര പ്രശ്നമായി, ഭയങ്കര തലവേദന, സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവളുടെ ശരീരത്തിന് കഴുത്തിന്റെ അവിടെ ഭയങ്കര വേദന, മേല് മൊത്തം വേദനിക്കുകയാണ്, ഭയങ്കര പ്രയാസം. ഇവൾ അന്ന് രാത്രി മുഴുവൻ കിടന്ന് വചനം ധ്യാനിച്ചുകൊണ്ട് രാജേഷ് ഏലപ്പാറയുടെ പാട്ട് ഇട്ടിട്ട് അവൾ അങ്ങ് ശക്തിയോടെ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. നല്ല തലവേദനയാണ് കേട്ടോ. അപ്പോൾ ഇവൾ ഏതാണ്ട് ഉറച്ചു ഇവൾക്ക് കോവിഡ് ആണെന്നുള്ള. പക്ഷെ ഇവൾ ധൈര്യത്തോടെ പറയാൻ തുടങ്ങി, എന്റെ കർത്താവ് അറിയാതെ തലയിൽ ഒരു മുടി പോലും കൊഴിയൽ, വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്താൻ തുടങ്ങി. അന്ന് രാത്രി, പിറ്റേ ദിവസം പകല്, പിറ്റേ ദിവസം അർദ്ധരാത്രി വരെ ഇവള് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ ചെയ്യുമ്പോൾ സംസാരിക്കുന്നില്ല. ഒടുവിൽ രാത്രി നടന്ന കാര്യം പറഞ്ഞ് ഞാൻ അതിനകത്തിലേക്ക് പ്രവേശിക്കാം. അർദ്ധരാത്രി ഇവള് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവൾക്ക് രാത്രി ഇവൾ ഒറ്റയ്ക്ക് മുറി കിടക്കുക, എന്ത് ചെയ്യുന്നറിയില്ല, ആരും ഇല്ല സഹായിപ്പ. അങ്ങനെ അർദ്ധരാത്രി ഇവൾ കിടന്ന് ശക്തിയോടെ കർത്താവിനെ ആരാധിക്കുക. രാജേഷ് ഏലപ്പാറ പാസ്റ്റർ പാട്ട് കേട്ടുകൊണ്ട് ശക്തിയോടെ അവൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവശക്തി അവളുടെ കഴുത്തിലേക്ക് ഇറങ്ങി വന്നു. ഒരു പ്രകൃത്യാതീതമായ ശക്തി അവളുടെ കഴുത്തിലേക്ക് ഇറങ്ങി വന്നു. നിങ്ങൾ ആരും ആമയും പറഞ്ഞില്ല, പറയണ്ട. പക്ഷെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. അവളുടെ കഴുത്തിൽ ഇറങ്ങി വന്നു. കഴുത്തിൽ നിന്ന് ആ ശക്തി അവളുടെ ശരീരത്തിലേക്ക് ഇറങ്ങി, കാല് വരെ ശക്തി അവളിൽ വ്യാപരിച്ചു. ഉണ്ടായ സംഭവം, ആ ശക്തി ഇറങ്ങിയതോടുകൂടി അവൾ ഫുള്ളായിട്ട് ഫ്രീ ആയി. അവളുടെ ബോഡിയിൽ നിന്ന് ഒരു ദൂതൻ അവളെ മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു വലിയ കൊട്ടാരത്തിലേക്ക് അവളെ കൊണ്ടുപോയി. അവളോട് പല കാര്യങ്ങൾ ആ ദൂതൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഏതായാലും അന്ന് രാത്രിയോടെ അവൾ പരിപൂർണമായി സൗഖ്യമായി. കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടിയ ഒരു ന്യൂസ് കൂടെ ഞാൻ പറഞ്ഞു, ഞാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അവളുടെ ഭർത്താവ് ദീപക്കാണ്. ഞാനാണ് അവരുടെ കല്യാണം നടത്തി കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തത്. ദീപക് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. പക്ഷേ അവളുടെ വാർഡിൽ അവളോടുകൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ടെസ്റ്റ് നടത്തി. എല്ലാ നേഴ്സുമാർക്കും കോവിഡാണ്, ഇവൾക്ക് മാത്രം നെഗറ്റീവ്. ഒന്ന് ഇനി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ ആമ്യം പറയാത്തത്. ഞാൻ പറഞ്ഞ സാരാംശം, മക്കളെ, ഈ ഗുളിക കഴിച്ച് വെന്റിലേഷനിൽ പോയി കിടന്ന് കുറെ ദിവസം കഴിഞ്ഞ് അവിടെ 2-3 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കർത്താവ് എന്നെ സൗഖ്യമാക്കി എന്നല്ല, ഒരു ഗുളിക പോലും കഴിക്കാതെ നേരിട്ടിറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഇന്നും പരിശുദ്ധാത്മാവ് തുറക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരാമേ ശക്തിയോടെ പറയാൻ പറ്റും കർത്താവിന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും, പ്രത്യേകിച്ച് എനിക്കറിയാം നിങ്ങളിപ്പോ ഭൂരിപക്ഷം ആൾക്കാരും വൈദേശിക മണ്ണിലാണ്. സൗദിയിലെ ചർച്ച എന്ന് പറയുമ്പോൾ അവിടെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും. അപ്പോൾ നിങ്ങൾ അവിടെ വലിയ പ്രശ്നം, എന്നോട് പാസ്റ്റർ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ഭയാനകരമായ പ്രതിസന്ധിയാണ് ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് ധൈര്യം തരാം, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഒന്നും കൂടെ ഉറച്ചു രാമയെ പറയാൻ പറ്റും. കർത്താവിന് പറഞ്ഞു, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അന്ന് ഉറച്ചു പറ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ ഇന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. ചില മിനിറ്റുകൾ അപരങ്ങൾ തുറന്ന് കഴിയുമെങ്കിൽ കർത്താവിന് നന്ദി പറ. ഞാൻ കഥ പറയാൻ വന്നവല്ല, ഞാൻ കളി പറയാൻ വേണ്ടി വന്നവല്ല. എന്റെ ശരീരത്തിന്റെ ക്ഷീണം വകവയ്ക്കാതെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നത്, എനിക്ക് നിങ്ങളോടൊരു സദ്വർത്തമാനം പറയാനുണ്ട്. ഏത് പ്രതികൂലത്തിന്റെ മടിവിലോ ഏത് പ്രതിസഭയുടെ മടിവിലോ നമുക്ക് വേണ്ടി തുറക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരമുണ്ട്. നിങ്ങൾക്ക് കരമടിച്ച് പരിചയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിലാണെങ്കിലും 1-2 മിനിറ്റുകൾ ആ കരമടിച്ച് കർത്താവിന് നന്ദി പറ. എന്റെ യേശു എന്റെ കൂടെയുണ്ട്, എന്റെ യേശു എന്റെ കൂടെയുണ്ട്. മക്കളെ, കരമടിച്ച് കർത്താവിന് നന്ദി പറ. സഹോദരന്മാർ, ചില മിനിറ്റുകൾ ഞങ്ങൾ കർത്താവിനെ ആരാധിച്ച് ശീലമുള്ളവരാണ്. കർത്താവിന് മഹത്വം കൊടുത്ത് നമുക്ക് ഇന്ന് രാത്രി പ്രഖ്യാപിക്കാം, അവൻ വിശ്വസ്തനായ ദൈവമാണ്, അവൻ വാക്കുമാറാത്ത ദൈവമാണ്. ഏത് പ്രതിസന്ധിയുടെ മടിവിലോ അവൻ നമ്മെ കൈവിടാത്ത കർത്താവാണ്. നന്ദിയുള്ളവനായി
നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കാം. ഹല്ലേലൂയ. ഞാൻ പാട്ടുകാരനല്ല, പാടാൻ എനിക്കറിയില്ല. പക്ഷേ ചില നേരത്ത് അർത്ഥമുള്ള പാട്ടുകളൊന്ന് മൂളാറുണ്ട്. ഒരു അർത്ഥമുള്ള പാട്ട് ന്യൂ ജനറേഷൻ പാട്ടാണ്. ന്യൂ ജനറേഷൻ പാട്ടുകൾ എനിക്ക് അധികം ഇഷ്ടമല്ല. എനിക്ക് പണ്ടത്തെ അപ്പച്ചന്മാരുടെ പാട്ടുകളാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളൊരു ന്യൂ ജനറേഷൻ പാട്ടിൻ്റെ ഒരു അടി മൂളിയിട്ട് നമുക്ക് കുറച്ചു നേരം നമുക്ക് വചനം ധ്യാനിക്കാം. എന്റെ യേശു എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഇടറി പോകയില്ല. എന്റെ യേശു എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഇടറി പോകയില്ല. കൈവിടുകില്ലാവേ എന്നെ താങ്ങി നടത്തിയിടൂ. കൈവിടുകില്ലാവേ എന്നെ താങ്ങി നടത്തിയിടൂ. എന്റെ യേശു എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഇടറി പോകയില്ല. എന്റെ യേശു എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഇടറി പോകയില്ല. കൈവിടുകില്ലാവേ എന്നെ താങ്ങി നടത്തിയിടൂ. കൈവിടുകില്ലാവേ രോഗം ദുഃഖം പ്രതിസന്ധികൾ ഉയർന്നാലും ഞാൻ ഇടറി പോകയില്ല. രോഗം ദുഃഖ പ്രതിസന്ധികൾ ഉയർന്നാലും ഞാൻ ഇടറി പോകയില്ല. കൈവിടുകില്ലാവേ എന്നെ താങ്ങി നടത്തിയിടൂ. കൈവിടുകില്ലാവേ എന്നെ താങ്ങി നടത്തിയിടൂ. എന്റെ യേശു എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഇടറി പോകയില്ല. എന്നെ താങ്ങി നടത്തിയിടൂ. കൈവിടുകില്ലാവേ രോഗം ദുഃഖ പ്രതിസന്ധികൾ ഉയർന്നാലും ഞാൻ ഇടറി പോകയില്ല. രോഗം ദുഃഖ പ്രതിസന്ധികൾ ഉയർന്നാലും ഞാൻ ഇടറി പോകയില്ല. കൈവിടുകില്ലാവേ എന്നെ താങ്ങി നടത്തിയിടൂ. കൈവിടുകില്ലാവേ. ഞാൻ ഈ പാട്ട് ഡാൻസ് ചെയ്യാതെ പാടിയത് ആദ്യമായിട്ടാണ്. ഞങ്ങളുടെ ചർച്ചിലാണെങ്കിൽ എനിക്ക് ധൈര്യത്തോടെ പറയാം, ഞാനൊരു വാക്ക് പറഞ്ഞാൽ ചെയ്തോടണം. ഇന്ന് ഞാൻ നിങ്ങളോട് അങ്ങനെ പറയുന്നില്ല. ചിലപ്പം നിങ്ങൾ അതോടുകൂടെ ചിലപ്പോൾ എന്നെ റിമൂവ് ചെയ്ത് പറഞ്ഞു വിട്ടാലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നെന്തായാലും ഞാൻ അങ്ങനെ പറയുന്നില്ല. അവിടെ കൈയടിക്കാൻ പറഞ്ഞാൽ കൈയടിച്ചോളണം, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്നോളണം. ഞാൻ 20ാമത്തെ വർഷമായിട്ടോ ചർച്ചിലെ പാസ്റ്റർ. ഇന്ന് കത്രിമേശ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ. കത്രിമേശ കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്ന് ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്ന പാട്ട് ഞങ്ങൾ നൃത്തം ചെയ്തങ്ങ് ആരാപിച്ചത്. ആ നൃത്തത്തിൻ്റെ എന്താ പറയുക, ക്ഷീണം മാറിയിട്ടില്ല. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഒരു സുദീർഘമായ പ്രസംഗത്തിന് ഇന്ന് സമയമെടുക്കാനായിട്ട് സാധ്യമല്ല. കാരണം ഇപ്പോൾ തന്നെ സമയം 11 മണിയായി. എൻ്റെ അറിവിൽ നമ്മുടെ സമയം 11:30 മണിയാണ്. ഞാനിവിടെ സീരീസ് ആയിട്ട് ദൈവവചന പഠനത്തിനാണ് ഞങ്ങളുടെ ചർച്ചിൽ പ്രാധാന്യത കൊടുക്കുന്നത്. ഓരോ സീസണിൽ കർത്താവ് ഞങ്ങൾക്ക് ഓരോ വിഷയങ്ങൾ തുറന്നു തരാറുണ്ട്. ഒരു സീരീസ് ഒരു ഭാഗം എടുത്താൽ ഞങ്ങളത് ആഴ്ചകൾ മാസങ്ങൾ അത് പഠിച്ചു പോകാറാണ് പതിവ്. ഈ വർഷം ഞങ്ങൾ ആരംഭിച്ചപ്പോൾ ദൈവത്തോട് കൂടെ മടക്കുക, പ്രതിസന്ധികളെ അതിജീവിക്കുക. ഏറ്റവും പ്രതിസന്ധി ഈ വർഷം ഉണ്ടാകുമെന്ന്, പക്ഷെ ദൈവത്തോട് കൂടെ മടക്കുന്നവരെ അതിജീവിക്കുമെന്നുള്ള ഒരു വചനമാണ് ഞങ്ങൾക്ക് കർത്താവ് ഈ വർഷം നൽകിയത്. ഞങ്ങളത് പഠിച്ചു വരികയായിരുന്നു. ഒരു കാര്യം ഞങ്ങളുടെ ചർച്ചിലുള്ളവർക്കറിയാം. അനിൽ ബ്രദർ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് വന്നിട്ടുണ്ട്. അനിൽ ബ്രദർ പോയോ? അനിൽ ബ്രദർ, ബാബു ആൻ്റണി ബ്രദർ ചർച്ചിൽ നിന്ന് വന്നിട്ടുണ്ട്. MI എനിക്ക് തോന്നുന്നു മിനിസിസ്റ്ററാന്ന് തോന്നുന്നു. ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ചിലർ ഇന്ന് രാത്രി കൂടിയിട്ടുണ്ട്. അവിടെ അവർ 3 മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്, 4ാം മീറ്റിങ്ങിനകത്ത്. ഓക്കെ, അപ്പം ചർച്ചിനകത്ത് ഞങ്ങൾ ഒരു രീതി ദൈവവചനം തുടർമാനമായിട്ട് പഠിക്കുക. വചനം പഠിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, വചനത്തിനകത്തുള്ള ശക്തി അങ്ങ് തുറക്കാൻ തുടങ്ങും, മഹത്വം അങ്ങ് തുറക്കാൻ തുടങ്ങും. വചനം എന്തു പറയുന്നു അത് അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ തുടങ്ങും. കർത്താവ് എന്നെ കാഴ്ചകൾ കാണിക്കാറുണ്ട്, സ്വപ്നങ്ങൾ കാണിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ മുറിക്കകത്ത് ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പല വിധത്തിലാണ് ദൈവാത്മാവ് എന്നോട് സംസാരിക്കാറുള്ളത്. ഞാൻ ചർച്ചിൻ്റെ ശുശ്രൂഷകനാണ്. ശുശ്രൂഷകൻ്റെ പ്രത്യേകത, പ്രവാചകന്മാർക്കൊരു ദൂത് പറഞ്ഞിട്ട് പോകാം, നടന്നാലും നടന്നില്ലേലും കുഴപ്പമില്ല. പക്ഷെ ഒരു സഭയിലെ പാസ്റ്റർക്ക് ദൂത് പറഞ്ഞിട്ട് പോകാൻ പറ്റുകയില്ല, അവിടെ നിന്നേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ട് നടന്നില്ല, വിശ്വാസികൾ തമ്മിൽ പറയും ഇങ്ങേര് കള്ളപ്രവാചനാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായി ദൈവം കാണിക്കുന്ന കാഴ്ചകളെ ഞാൻ പറയാറുള്ളൂ. ഞാൻ ആദ്യം ചെയ്ത പ്രവാചക ശുശ്രൂഷയാണെങ്കിലും പിന്നെ സഭാ ശുശ്രൂഷയിലേക്ക് കയറിയപ്പോൾ ഞാൻ കൃത്യമായി ദൈവം കാണിക്കുന്ന കാഴ്ചകൾ മാത്രം പറയാൻ തുടങ്ങി. ഇന്ന് ഉച്ച കഴിഞ്ഞ്
പാസ്റ്റർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ഇന്ന് രാത്രി ഉച്ച കഴിഞ്ഞ് കിടന്നപ്പോൾ ഉച്ച നേരത്ത് ഒരു 4 മണി നേരം 4-4:30 കഴിഞ്ഞ നേരത്ത് ഞാൻ കിടന്ന് എഴുന്നേറ്റ് അനിൽ ബ്രദർ വന്നപ്പോഴാണ് ഞാൻ നിങ്ങളുടെ ചർച്ചിനോട് ദൈവം പറയാൻ പറഞ്ഞിട്ട് എന്നെ കാണിച്ച ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എങ്ങനെയാണ്? യഹൂദ വാഗ്ദത്ത ദേശം അവകാശമാക്കിയതുപോലെ ദേശം അവകാശമാക്കാൻ പ്രാർത്ഥിക്കാൻ ജനത്തോട് സഭയോട് പറയാൻ പറഞ്ഞു. ഒന്ന്, ദേശം അവകാശമായി കിട്ടാൻ സഭയോട് പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞു. യഹൂദിയെ മുൻപിൽ നിർത്തി ദൈവം യഹൂദിയെ മുമ്പിൽ നിർത്തി ദൈവം ദേശം അവകാശമായി കൊടുത്തതുപോലെ ജനത്തോട് സഭയോട് ദേശം അവകാശമായി കിട്ടാൻ പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞ് കർത്താവ് എൻ്റെ ഒരു സ്വപ്നം കാണിച്ചു. നിങ്ങൾക്കത് സ്വപ്നമാക്കി ചിലപ്പോൾ നിങ്ങൾക്ക് തള്ളിക്കളയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഞങ്ങളുടെ ചർച്ചിലെ മെമ്പേഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് അവരെ നിർത്തി സാക്ഷ്യം പറയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. അന്യഭാഷ പറയാതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിത് 4 അന്യഭാഷയൊക്കെ പറഞ്ഞ് പ്രവചനമാക്കി പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ 22 വർഷം മുമ്പ് പ്രവചന ശുശ്രൂഷ, കൃപാവര ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞ കൃത്യം കാര്യം പറയുകയാണ്. കുടുംബങ്ങളോട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞിരിക്കുന്നു, ഓരോ കുടുംബങ്ങളുടെ മേലും, ഒരു കുടുംബത്തിന്റെ അല്ല, ഓരോ കുടുംബത്തിന്റെ മേലും ഈ ദിനങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവവചനം ധ്യാനിക്കാൻ തുടങ്ങിയാൽ കുടുംബങ്ങളുടെ മേൽ ദൈവം അവകാശങ്ങൾ വിഭജിച്ച് ഈ വർഷം എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും ദൈവം നിങ്ങളെ അത്ഭുതകരമായി അവകാശങ്ങൾ നൽകി മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ എന്നെ കാണിച്ച കാഴ്ച പറഞ്ഞുകൊണ്ട് വചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇനി നമുക്ക് ദൈവാത്മാവ് നൽകുന്ന പോലെ മുൻപോട്ട് പോകാൻ നമുക്ക് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 3-ാം അധ്യായത്തിന്റെ 7, 8, 9, 10, 11 കുറച്ച് വാക്യങ്ങളുണ്ട്. എല്ലാം കൂടെ വായിക്കേണ്ടത് നമുക്ക് വായിച്ചാൽ அவருடைய கிருபையினாலே இந்த சுவிசேஷத்துக்கு ஊழியக்காரனானேன். பரிசுத்தவான்கள் எல்லாரிலும் சிறியவனாகிய நான் கிறிஸ்துவுடைய அளவற்ற ஐஸ்வர்யத்தை புறஜாதிகளிடத்தில் சுவிசேஷம் அறிவிக்கிறதற்காக இந்த கிருபை எனக்கு அளிக்கப்பட்டிருக்கிறது. ഞാൻ തമിഴ് വായിച്ച് കേട്ടാൽ ഞാനും തമിഴും കൂടെ സിങ്ക് ആവുമെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും വായിച്ച സിസ്റ്റർക്കായി സ്തോത്രം ചെയ്യുകയാണ്. തമിഴ് എനിക്ക് കുറച്ചൊക്കെ അറിയാം. ഞാൻ തമിഴ്നാട്ടിൽ പോയി പ്രസംഗിക്കാം. വാക്യങ്ങൾ 2 ഭാഷയിലും വായിക്കുന്നേ ഉള്ളൂ. അന്ന് വായിച്ചോ ധൈര്യമായിട്ട് വായിച്ചു. അന്ന് 7, 8 വാക്യം വായിച്ചു. 7, 8, 9 വാക്യം വായിച്ചു. 7, 8, 9 വാക്യം വായിച്ചു. സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറിഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി കൃപ നൽകിയിരിക്കുന്നു. ഞാൻ ഈ വാക്യം ഇതിനകത്ത് ആദ്യം ഒരു പദം എടുക്കുകയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതലാണ് നമ്മൾ വായിച്ചത്. അതിനകത്ത് നമ്മൾ 4-ാം അധ്യായത്തിൽ 5 ഫോൾഡ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണ്. 5 വിധ ശുശ്രൂഷകന്മാർ, സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന 5 വിധ ശുശ്രൂഷകന്മാരെ കുറിച്ച് പറയുന്ന അധ്യായമാണ് 4-ാം അധ്യായം. അപ്പൊ ഈ 4-ാം അധ്യായത്തിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച ഒരു വെളിപ്പാട് പറയാം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ വചനം പറയുമ്പം ഉറങ്ങുന്നവരുണ്ട്, ദൂത് പറയുമ്പോൾ ചാടി രംഗത്ത് വരുന്നവരുണ്ട്. ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ ഏറ്റവും കൂടുതൽ ചീത്ത പറയുക അവരെയാണ്. ഇത് ഞാനല്ല എന്താ പറയുക കൺട്രോൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ചർച്ചിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ വരുമ്പോൾ ഞാൻ വേഗം അവരെ എന്താ പറയുക വീഡിയോ അങ്ങ് പതുക്കെ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കും. അതായത് വചനം കേൾക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങി വീഡിയോ ഓഫ് ചെയ്തിട്ട് പോകും. ഇവിടെ ദൂത് കേൾക്കാൻ വരുന്ന നേരത്ത് എന്താ പറയുക ഓടി പിടിച്ച് അതൊക്കെ അല്ല. ഇപ്പം ദൂത് കേൾക്കാൻ വരുന്ന നേരത്ത് ഞാനിവിടെ ഇരിക്കുമ്പോൾ ചില നേരത്ത് അങ്ങനെയുള്ള എന്താ പറയുക, ഞാൻ അവനൊരു സൂക്കേടെന്ന് പറയുക, അങ്ങനെയുള്ള സൂക്കേടുള്ള ആൾക്കാരുടെ വീഡിയോ പതുക്കെ ഞാൻ ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നെ നിങ്ങൾ ഹോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഞാനതൊക്കെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ വേണ്ട, ഞാൻ വെറുതെ ഒരു വാക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വചനം കേട്ട് നിങ്ങൾ വചനത്തിൽ വളരാൻ തയ്യാറായാൽ, വചനം എന്ന് പറഞ്ഞ് കേൾക്കുന്ന എല്ലാ വചനങ്ങളും വചനമല്ല മക്കളെ. കഥകൾ പറയുന്നവരുണ്ട്, പ്രകസനം പറയുന്നവരുണ്ട്, വല്ലോരെ പ്രസംഗം കേട്ട് പഠിപ്പിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഗൂഗിളും കുന്തവും കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് എവിടെ തപ്പിയാലും ഇഷ്ടപ്രകാരം മെസ്സേജുകൾ കിട്ടും. പക്ഷേ ഒരു വ്യക്തിയുടെ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മ പകരപ്പെടണമെങ്കിൽ ആ വ്യക്തി സ്പിരിറ്റിൽ വളർന്ന വ്യക്തിയായിരിക്കണം. അവൻ്റെ ആത്മാവിൽ അവൻ വളർന്നിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിൽ വന്ന വളർച്ചയാണ് വ്യക്തികളിലേക്ക് പകരുകയുള്ളൂ. ഞാൻ പറഞ്ഞ പദം ഒന്നുകൂടെ പറയാം. എനിക്ക് കുറേ പുസ്തകങ്ങളുണ്ട്. അവിടെ മുഴുവൻ എൻ്റെ അലമാരിനകത്ത് മൊത്തം പുസ്തകങ്ങളാണ്. ടാബിനകത്ത് ഇഷ്ടപ്രകാരം ബുക്സ് ഉണ്ട്. ഇത് വായിച്ചൊരു പ്രസംഗിക്കാം.
ഒത്തുവാക്യ പുസ്തകം എൻ്റെ കയ്യിലില്ല. പക്ഷെ ഈ സന്ദേശങ്ങളുടെ കുഴപ്പം, മറ്റുള്ള വ്യക്തികൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നു. ഞാനൊരു എന്തോ പറയുക, ഒരു ടൂളായിട്ട് ഇവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കുറെ ബുദ്ധിയിൽ കുറെ കാര്യം പഠിപ്പിക്കുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ നടന്നുപോയ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം എന്നെ വളർത്തിയ വളർച്ചകൾ ഞാൻ പറയാൻ തുടങ്ങിയാൽ എൻ്റെ വാക്കുകൾക്കപ്പുറം എൻ്റെ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവിന്റെ ജീവൻ നിങ്ങളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരു ആമേൻ കർത്താവിന് പറഞ്ഞോ. നമുക്കറിയാം, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്നൊരു വചനം അറിയാവോ? അങ്ങനെ വചനമുണ്ടോ? ബൈബിളിൽ ഒരു വചനമുണ്ടോ? അപ്പച്ചനും പാസ്റ്ററും മാത്രമേ കൈവയ്ക്കുള്ളൂ. അങ്ങനെ ഒരു വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്നത് ഉണ്ടോ? വചനമുണ്ട്. അപ്പൊ വചനം, ആ വചനം തെറ്റിക്കുന്ന പാപമാണോ? വചനം തെറ്റിക്കുന്ന പാപമാണോ? വചനം തെറ്റിക്കുന്നത് പാപമാണോ? ആരും മിണ്ടുന്നില്ല. ഒന്നിക്ക് തലയാട്ട്. വചനം തെറ്റിക്കുന്നത് പാപമാണോ? അതെ. അപ്പൊ വിചാരപ്പെടുന്ന, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്ന വചനമാണെങ്കിൽ ആ വചനം തെറ്റിക്കുന്ന പാപമാണോ? തീർച്ചയായിട്ടും. അപ്പൊ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്നത് വചനം ഉണ്ടെങ്കിൽ ആ വചനം തെറ്റിക്കുന്നതാണ് പാപമെങ്കിൽ വിചാരപ്പെടുന്ന പാപമാണോ? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ലെന്ന് ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? അപ്പൊ വിചാരപ്പെടുന്ന, വ്യാകുലപ്പെട്ട് മനസ്സ് മൊത്തം കലങ്ങി തവിട് പൊടിയായി തലയെ കുത്തി വെക്കുന്ന ആളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ടോ? ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം, ഞാൻ പ്രസംഗത്തിലേക്ക് വരാം. നമുക്ക് നമ്മുടെ എന്റെ അകത്ത് വളർന്ന വളർച്ച ഞാൻ നിങ്ങളുടെ ധൈര്യം പറയാം, ഒന്നിനെ കുറിച്ച് ഞാൻ വിചാരപ്പെടാറില്ല. എന്നെ കർത്താവ് ഈ വചനം പഠിപ്പിച്ച ശേഷം, എന്റെ മോൻ എന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്, ചർച്ചിലെ വിശ്വാസികളുണ്ട്, ഒരൊറ്റ കാര്യം ഞാൻ ചർച്ചിൽ ആവശ്യപ്പെടാറില്ല. നടക്കാത്ത പല കാര്യമുണ്ട്. അപ്പൊ പാഷ എല്ലാ കാര്യവും പറഞ്ഞ് നടന്നിട്ടില്ലെന്ന്. എന്റെ തലമുടി ഉണ്ടല്ലേ, പെട്ടയാണ്, ഇത് മുളച്ചു വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറയും, ഇങ്ങനെ നടക്കാത്ത ഇഷ്ടപ്രകാരം കാര്യമുണ്ട്. പക്ഷെ ഒന്നിനെ കുറിച്ചും നമുക്ക് വിചാരപ്പെടാതെ ഭൂമി ജീവിക്കാൻ പറ്റും. പറ്റുമോ മക്കളെ? പറ്റുന്ന ഉറപ്പുള്ളവരെന്ന് കൈ കാണട്ടെ. നിങ്ങളുടെ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ കണ്ടോ, കൈ പൊങ്ങുന്നില്ല. കണ്ടോ? കാരണം എങ്ങനെ ഇത്രയും വലിയ കൊറോണ വന്നിരിക്കുമ്പോൾ ഇനി കൊറോണയുടെ മുത്തച്ഛൻ വരുമെന്ന് പറയുന്നു കേൾക്കുന്നു, അതിന്റെ പുറകെ ക്ഷാമം വരുമെന്ന് പറയുന്നു കേൾക്കുന്നു, അതിന്റെ പുറകെ യുദ്ധം വരുമെന്ന് പറയുന്നു. നിങ്ങൾക്കാണ് കേരളത്തിലേക്ക് വരാൻ പറ്റുന്നില്ല, ഇനി എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ പറ്റുന്നില്ല, ജോലി മൊത്തം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, മൊത്തം സാമ്പത്തിക പ്രതിസന്ധി വരുന്നു. ഇതിന്റെ മടിയിൽ എങ്ങനെ ജീവിക്കും? ഞാൻ ഇതിന്റെ മടിയിൽ ധൈര്യത്തോടെ പറയൂ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഭക്തന്മാർ ഇതിന്റെ മടുവിൽ ഏറ്റവും ആനന്ദത്തോടെ ജീവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരാമേൻ കർത്താവിന് പറഞ്ഞോ. നിങ്ങളുടെ മനസ്സിനകത്തുള്ള വ്യാകുലതകളെ പൊളിച്ചു മാറ്റി ദൈവത്തിന്റെ ജീവനോ ശക്തിയോ നിങ്ങളുടെ അകത്ത് പകർന്ന് അവൻ നിങ്ങളെ വിശ്വാസത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവമാണ്. വിശ്വസിക്കാൻ കഴിയുന്നവർ ഒരാമേൻ കർത്താവിനെ ശക്തിയോടെ പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ നമ്മളൊരു വലിയ പാഠത്തിലേക്ക് പ്രവേശിക്കുക. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ പാഠം പരിശുദ്ധാത്മാവ് തുറന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഞാൻ ഓർപ്പിക്കാനായിട്ട്, ആ മേഖല വളർത്താനായിട്ട്. എനിക്കിത് ഈ അപ്രമേയ ദാനം എന്താന്ന് പറയണമെങ്കിൽ എനിക്ക് പിന്നെ ബേസ് തൊട്ട് പറയണം. ബേസ് തൊട്ട് പറഞ്ഞാൽ ഈ അപ്രമേയ ദാനം അറിയുള്ളൂ. പൗലോസ് പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവരും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. പൗലോസ് പറയാണ്, എനിക്ക് ക്രിസ്തുവിന്റെ അപ്രമേയ ധനം, ഞാൻ പറഞ്ഞ പദം ഒന്നുകൂടെ പറയാം, ക്രിസ്തുവിന്റെ അപ്രമേയ ധനം എന്തെന്ന് നിങ്ങളോട് തുറക്കാൻ കർത്താവ് എനിക്കൊരു കൃപ തന്നിരിക്കുകയാണ്. സ്തോത്രം. എനിക്ക് ഇവിടെ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒരു കൊച്ചുകുഞ്ഞ്, എനിക്ക് 3 മക്കളാണുള്ളത്. മോൻ ജോസഫ്, ജോഹന്ന, ജോനീറ്റ, 3 മക്കളാണുള്ളത്. ഈ ജോനീറ്റയ്ക്ക് 8 വയസ്സായി. അവൾക്ക് ഈ ഡയമണ്ട് ഒന്നും കണ്ടാൽ തിരിച്ചറിയില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട്, നിങ്ങളൊരു 3-4 ഡയമണ്ടും കൊണ്ട് വന്നിട്ട് നിങ്ങൾ ഡയമണ്ട് കാണിച്ചിട്ട് പറയാം, മോളെ എൻ്റെ കൂടെ വരുന്നോ, അതേ അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവൾ ഒരിക്കൽ പോലും ഡയമണ്ട് കാണിക്കുന്നത് നിങ്ങളുടെ പുറകെ വരൂല്ല. ഡയമണ്ടിനേക്കാൾ കൂടുതൽ അവൾ അവളുടെ അമ്മയേക്കാൾ കൂടുതൽ ഡയമണ്ടിനെ സ്നേഹിക്കുകയില്ല. എന്നാൽ ഒന്നും കൂടെ വളർന്ന് ഒരുത്തരും ഇവിടെ ഇരിക്കുന്നുണ്ട്, അവന് ഡയമണ്ട് വേണ്ട, അവന് നല്ലൊരു മൊബൈൽ കണ്ടാൽ മതി,
അവൻ ചിലപ്പോൾ എന്ത് ചെയ്യും, അവനതിൻ്റെ അപ്പോൾ വളരും തോറും കുട്ടികൾ വളരും. ഞാൻ വെറുതെ പറഞ്ഞോട്ടെ, അവൻ എങ്ങനെയാലും പോവുകയില്ല, ഇനി അതിന് പുറത്ത് ഓക്കെ. അപ്പം വളരും തോറും നമ്മൾ മൂല്യതകൾ കണ്ട് തിരഞ്ഞെടുക്കാനായിട്ട് വളരും. നമ്മുടെ ആശയം മനസ്സിലായോ? വളർച്ച സംഭവിക്കും തോറും എന്തിനാണ് വിലയെന്ന് കണ്ട് അത് മനസ്സിലാക്കി നിങ്ങളത് തിരഞ്ഞെടുക്കാൻ വളരും. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ ജാതികളോട് പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. ഓക്കെ, ഞാൻ ആ ബേസിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ പൗലോസ് പറയുകയാണ്, ഇപ്പോഴത്തെ ക്രിസ്തീയ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളുടെയൊക്കെ ആവശ്യം പല ആവശ്യങ്ങളാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ജോലി, വാഹനം, കാറ്, ഭാവി, കുട്ടികളുടെ വിവാഹം, നിങ്ങളാണ് ഈ നാട്ടിലേക്ക് തിരിച്ചു വന്ന കാര്യങ്ങൾ, മുമ്പിൽ എന്താകും, ക്ഷാമം, മൊത്തം പ്രശ്നങ്ങളാണ്, മൊത്തം പ്രതികൂലങ്ങളാണ്, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. ആളുകൾ ഫോൺ വിളിച്ച് നമുക്കവരെ കൗൺസിൽ ചെയ്യാനോ പ്രാർത്ഥിക്കാനോ പറ്റാതെ വണ്ണമുള്ള നിലയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൗലോസ് പറയുന്നത്, കാര്യങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, കാര്യങ്ങൾ പ്രതികൂലമായി കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ കാര്യങ്ങളുടെ പരിഹാരം പറയുന്നതിനേക്കാൾ എനിക്ക് ഈ കാര്യങ്ങൾ എപ്പോൾ തീരും, എങ്ങനെ തീരും എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. എനിക്ക് നിങ്ങളോട് ക്രിസ്തുവിലുള്ള അപ്രമേയ ധനം എന്താണെന്ന് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്. ആ അപ്രമേയ ധനം നിങ്ങളിൽ തുറക്കാൻ തുടങ്ങിയാൽ ആ ധനം നിങ്ങളുടെ അവസ്ഥകളിൽ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യമാണ്. എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പൗലോസ് ഈ അപ്രമേയ ധനത്തെ കുറിച്ച് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ എല്ലാ നിറവിനോട് നിങ്ങൾ നിറഞ്ഞു വരിക, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടുക. ഒരാമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ യേശുവിന് ആമേൻ പറയണമേ. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണവന്, ക്രിസ്തു വിശ്വാസത്താൽ അകത്ത് വസിക്കേണ്ടവന്, ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കേണ്ടവന്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ, ഈ പദം ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണം. സ്തോത്രം. ആ പദം ഒന്ന് പറയാമോ? നിങ്ങൾക്ക് ആ പദം ഒന്ന് പറയാമോ? എനിക്ക് നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യണ്ട, നിങ്ങളെ പദം ഒന്ന് പറഞ്ഞേ. ഞാൻ എഫേസ്യ ലേഖനത്തിലെ വാക്യമാണ് പറഞ്ഞത്. ദൈവത്തിന്റെ പറഞ്ഞ പദം ഒന്ന് പറഞ്ഞ, ദൈവത്തിന്റെ എല്ലാ, നിങ്ങൾ ആരും മിണ്ടുന്നില്ല, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരിക. ആ പദം ഒന്ന് പറഞ്ഞു, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരിക, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരിക. അങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വന്നാൽ പൗലോസ് പറയുകയാണ്, എന്നാൽ നാം ചോദിക്കുന്നവനോ മിരക്കുന്നവനോ അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുമോ ശക്തിയാൽ കഴിയുമോ ദൈവം അവൻ വിശ്വസ്തനാണ്. നിങ്ങൾ ചോദിക്കാത്ത, നിങ്ങൾ നിരക്കാത്ത, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത വിഷയങ്ങളിൽ പോലും അവന്റെ ശക്തി തുറക്കുവാൻ വിശ്വസ്തനാണ്. എത്ര പേർ ആമേൻ പറയുമെന്ന് എനിക്കറിയില്ല. ഞാനത് നന്നായി വിശ്വസിക്കുകയും ആമേൻ പറയുകയും അവന്റെ ശക്തി അനുഭവിക്കുകയും ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തി നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കും, വഴികൾ തുറക്കും, അത്ഭുതങ്ങൾ തുറക്കും. വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ 1-2 മിനിറ്റുകൾ നമ്മിയോട് യേശുവിൻ ആമേൻ പറഞ്ഞോ. ഇതൊരു പ്രബന്ധാവതരണ യോഗമല്ല, ഇത് ദൈവമക്കൾ ഒരുമിച്ച് അവനെ കാത്തിരിക്കുന്ന സമയമാണ്. ഇതൊരു പ്രത്യേക മീറ്റിംഗ് ആകിയാൽ 1-2 മിനിറ്റുകൾ അവരങ്ങൾ തുറന്ന് നന്ദി പറ. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം അവൻ നമ്മെ നിറയ്ക്കുന്ന ദൈവമാണ്. ഇവിടെ ശ്രദ്ധിക്കും, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കും. ഞാൻ അവന്റെ വിശദാംശങ്ങൾ എടുത്തു വരുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങളുടെ പരിഹാരമുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ വിഷയങ്ങളുടെ പരിഹാരമുണ്ട്. ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് നിങ്ങൾ അറിയണമെങ്കിൽ എഫേസ്യ ലേഖനവും യോഹന്നാന്റെ സുവിശേഷവും നിങ്ങൾ ചേർത്ത് പിടിക്കണം. നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. ശ്രദ്ധിച്ച് കേൾക്കട്ടെ കുറച്ചു നേരം. നിങ്ങൾ പരിശുദ്ധാത്മാവിനാലാണ് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞത്. 1 കൊരിന്ത്യർ ലേഖനം, ഒരാൾ മലയാളത്തിൽ വായിച്ചാൽ മതി, സമയലാഭത്തിന് വേണ്ടിയാണ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം എടുത്ത് 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വേഗം എടുത്ത് വായിച്ചു. 1 കൊരിന്ത്യർ ലേഖനം 12-4. മറ്റൊരാൾ യോഹന്നാൻ 16-13 എടുത്തു വെച്ചോ. നമുക്ക് സമയലാഭത്തിന് വേണ്ടിയാണ്. വേഗം വായിച്ചു. 13-3 വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 12-3 വാക്യം. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ
യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് നമ്മളെല്ലാവരും യേശുവിനെ കർത്താവെന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവിനാലാണ്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? ഒന്ന് പറ വചനം പറഞ്ഞോ. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഇനി പരിശുദ്ധാത്മാവിനാൽ കേട്ട ദൈവവചനം വിശ്വസിച്ചപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നേ. 1-2 വാക്യങ്ങൾ കാണിച്ച് ഞാൻ അതിനെ വിശദീകരിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്ന് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. 13-ാം വാക്യം വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അടുത്ത വാക്യം കൂടെ. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അവൻ എനിക്കുള്ളതിൽ നിന്ന്, പദം ഒന്നുകൂടി പറയാം. അവൻ പരിശുദ്ധാത്മാവ് എനിക്ക് ഉള്ളതിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു തരും. 2 പദങ്ങളാണ് ഞാൻ വായിച്ചത് ഇവിടെ. ആദ്യം വായിച്ചത് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റു പറഞ്ഞത് നമ്മൾ പരിശുദ്ധാത്മാവിനാലാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട നമ്മൾ ചർച്ചിനകത്ത് വന്നപ്പോൾ, സഭയ്ക്കകത്ത് വന്നപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മൾ അറിയാതെ നമ്മുടെ ഇടയിൽ കൂടെ നടന്ന് നമ്മുടെ അകത്തിരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അടുത്ത ഡ്യൂട്ടി എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ അകത്തുള്ളവർ, യേശുവിനുള്ളവർ, കർത്താവിനുള്ളവർ അവൻ എടുത്ത് നമുക്ക് അറിയിച്ചു തരാൻ തുടങ്ങി. ക്രിസ്തുവിൽ ഉള്ളത് എന്താണ്? അവനിലുള്ളത് ഏകദേശം 39 കൂട്ടം കാര്യങ്ങളാണ് ക്രിസ്തുവിൽ ഉള്ളത് പ്രധാനമായിട്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് മാത്രം ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ബൈബിൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു അവനിൽ ജീവനുണ്ടായിരുന്നു. 1. 2, അവൻ വെളിച്ചമായിരുന്നു. 1, അവനിൽ ജീവനുണ്ടായിരുന്നു. 2, അവൻ വെളിച്ചമായിരുന്നു. 3, അവൻ ജീവന്റെ അപ്പമാണ്. ഞാൻ 3 കാര്യം പറഞ്ഞു. 4, അവൻ ജീവജലമാണ്. 5, അവൻ വാസസ്ഥലമാണ്. 6, അവൻ നമ്മിലേക്ക് പകരപ്പെടുന്ന ആത്മാവാണ്. 6 കൂട്ടം കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. ക്രിസ്തുവിൽ നിന്ന് നമ്മിലേക്ക് തുറക്കാൻ യോഹന്നാന്റെ സുവിശേഷം പറയുന്ന പ്രധാനപ്പെട്ട 6 കൂട്ടം കാര്യങ്ങൾ. 1, അവൻ ജീവനാണ്. 2, അവൻ വെളിച്ചമാണ്. 3, അവൻ ജീവന്റെ അപ്പമാണ്. 4, അവൻ ജീവജലമാണ്. 5, അവൻ വാസസ്ഥലമാണ്, അവൻ ആലയമാണ്. 6, അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. അവൻ ആത്മാവായിട്ട് അവരുടെ മേൽ വന്നു. ഈ 6 കൂട്ടം കാര്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അവനിൽ നിന്ന് നമ്മിലേക്ക് തുറക്കുന്നത് ദൈവാത്മ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നേ. യോഹന്നാന്റെ സുവിശേഷം ഞാൻ ചില വചനങ്ങൾ പഠിപ്പിക്കാൻ പറയാൻ കാരണം ഇത് എനിക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ ഇത് അവകാശമായി വെളിപ്പെടണം. ഞാൻ കണ്ട കാഴ്ച അതാണ്. നിങ്ങളിൽ ഇത് അവകാശമായി വെളിപ്പെടണം. വെറുതെ ഒരു പ്രസംഗം പ്രസംഗിച്ച് 2 ദൂത് പറഞ്ഞു പോകാൻ വന്ന ആളല്ല ഞാൻ. നോക്കൂ, എനിക്കിതിനകത്ത് നിങ്ങൾ ഇത് അനുഭവിക്കുന്നത് കാണാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം നിങ്ങൾ വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ വായിക്കാൻ മാത്രമല്ല, നിങ്ങൾ വായിച്ചിട്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകാൻ. എന്തുണ്ടാകാൻ? വിശ്വസിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകാൻ. ആരുടെ ജീവൻ? യേശുവിന്റെ ജീവൻ. പുത്രനുള്ളവന് ജീവൻ ഉണ്ടെന്ന് 1 യോഹന്നാൻ 5, 11, 12, 13 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു. അതെ, നിങ്ങളിൽ യേശുവിന്റെ ജീവൻ തുറക്കാൻ. ഒരു ആമ്യം പറയാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളിൽ യേശുവിന്റെ ജീവൻ ഉണ്ടാകാനാണ്
യോഹന്നാന്റെ സുവിശേഷം എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ അവന്റെ അടുക്കിലേക്ക് വരിക. എന്തിനാ ജീവൻ ഉണ്ടാകേണ്ടത്? അവന്റെ ജീവൻ വെളിപ്പെട്ടാൽ മരണമോടും. മരണത്തിന്റെ ശക്തികൾ അവന്റെ ജീവൻ തുറന്നാൽ മരണത്തിന്റെ വ്യാപാരങ്ങൾ മുന്നെ വിട്ട് ഓടിപ്പോകും. ആ ജീവനാൽ നിറഞ്ഞ പൗലോസ് അവൻ മെലിത്ത ദ്വീപിനകത്ത് പെട്ടുപോയപ്പോൾ ആ ദ്വീപിനകത്ത് അവന്റെ കൈക്കകത്ത് അവനെ വിഷസർപ്പം കടിച്ചു കേട്ടോ. വിഷസർപ്പത്തെ തീക്കകത്ത് കുടഞ്ഞിട്ട് അവന്റെ ശുശ്രൂഷയുമായി മുൻപോട്ട് പോകാൻ കാരണം 2 കൊരിന്ത്യർ ലേഖനം 4:10 അവൻ എഴുതി വെച്ചു, യേശുവിന്റെ ജീവൻ അത് ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നതാണ്. സ്തോത്രം. ആ വാക്യം കൂടി ഒന്ന് വായിച്ചു. വചനം വായിച്ചു തന്നെ വിട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. അനേക ദൈവദാസന്മാർ ശുശ്രൂഷയുള്ള സഭയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മളിപ്പോൾ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ഇച്ചിരില്ലാത്ത എന്താ പറയുക, ആരും കണ്ണിപ്പെടാത്ത ഒരാൾ നമ്മളിട്ട് വല്ലാതെ വിപ്പിടി കാണിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഭയത്തിലും അവന്റെ പേടിയിലും ഒക്കെ ജനമായിരിക്കുന്നവർ. ശ്രദ്ധിക്കുക, നിങ്ങൾ അതിനെ ഭയപ്പെടരുത്. കാരണം നിങ്ങളിൽ മറ്റൊന്നുണ്ട്. ലോകം ഭയപ്പെടുന്നത് പോലെ നിങ്ങൾ അവനെ ഭയപ്പെടരുത്. ലോകം പതറുന്നത് പോലെ നിങ്ങൾ പതരരുത്. കാരണം നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് മാത്രമല്ല, നിങ്ങൾ അവന്റെ സഭയാണെന്ന് മാത്രമല്ല, നിങ്ങൾ അവന്റെ ജീവൻ അവൻ തുറക്കുന്നവരാണ്. 2 കൊരിന്ത്യർ ലേഖനം 4:10 വായിച്ച മോളെ. 2 കൊരിന്ത്യർ ലേഖനം 4:10. യേശുവിന്റെ ജീവൻ തങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹെബ്രോൻ ഇന്റർനാഷണൽ ചർച്ചസ് ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? യേശുവിന്റെ ജീവൻ, ആ ജീവൻ നയീനിലെ പട്ടണത്തിലെ വിധവയുടെ മകന്റെ ഡെഡ് ബോഡിയെ ശവമഞ്ചത്തെ തൊട്ടപ്പോൾ ശവമഞ്ചത്തിനകത്തിരിക്കുന്ന ഡെഡ് ബോഡിയെ എഴുന്നേൽപ്പിച്ച ജീവൻ, ആ ജീവൻ ചുമക്കുന്ന യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കിയ യേശുവിന്റെ ജീവൻ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ഹെബ്രോൻ സഭയിലെ വിശുദ്ധന്മാരുടെ ശരീരങ്ങളിൽ അത് വ്യാപരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിയുന്നവരുണ്ടെങ്കിലൊന്ന് സ്തോത്രം പറഞ്ഞു കേട്ട കർത്താവിന്. എന്നോട് പ്രതികരിക്കണ്ട. എനിക്ക് നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും പറഞ്ഞില്ലല്ലോ എനിക്ക് പ്രസംഗിക്കാൻ അറിയാം. ഞാൻ പല ചാനലുകളിൽ കർത്താവിന്റെ വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഹാർവസ്റ്റ്, പവർ വിഷൻ, അവിടെ ആരെയുമല്ല, വെറുതെ ഞങ്ങൾ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി എനിക്കൊരു പ്രസംഗമല്ല വിഷയം. എനിക്കെന്റെ യേശുവിന്റെ ജീവൻ നിങ്ങളുടെ മേൽ തുറക്കുന്നത് കാണണം. നിങ്ങൾ ജോലി സ്ഥലത്തായിരുന്നോ? ഈ രാത്രിയിൽ മമ്മിയോട് യേശുവിനാമിയം പറ, അവന്റെ ജീവൻ അവൻ എന്നിൽ തുറക്കുന്നവനാണ്. ആ ജീവൻ തുറന്നാൽ നീ ധൈര്യത്തോടെ പുറത്തിറങ്ങും. കേട്ടിട്ടുണ്ടോ ഈ ജോൺ ജി ലേക്ക് എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ടോ? ജോൺ ജി ലേക്ക് കേട്ടിട്ടുണ്ടോ? ജോൺ ജി ലേക്ക് എന്ന് പറഞ്ഞ ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജോൺ ജി ലേക്ക് ആരും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല. ജോൺ ജി ലേക്ക്. അയ്യോ, നിങ്ങള് എല്ലാവരുടെ കയ്യിലും മൊബൈലുള്ളവരാ. ഈ യോഗം കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്കണ്ട കേട്ടോ, ഇപ്പൊ നോക്കല്ലേ. നിങ്ങൾ നിങ്ങളുടെ നെറ്റിനകത്ത് അടിച്ചു നോക്കണേ, ഗൂഗിളിനകത്ത് അടിച്ചു നോക്കണേ. ജോൺ ജി ലേക്ക്. ജോൺ ജി ലേക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു ദൈവദാസനാണ്. തന്നെ കർത്താവ് ആഫ്രിക്കയിലേക്ക് അയച്ചു. ആ പുസ്തകത്തെ ജോൺ ജി ലേക്കിന്റെ ഒരു കട്ടിയുള്ള പുസ്തകം. ഓക്കെ, ജോൺ ജി ലേക്കിന്റെ കാലഘട്ടത്തിലാണ് ഈ പ്ലേഗ് പടർന്നു പിടിച്ച കാലഘട്ടം. കോടിക്കണക്കിന് 20 കോടി ജനത്തെങ്ങളാണ് ഈ പ്ലേഗ് അന്ന് കടന്നു പിടിച്ചതെന്ന് ഞാൻ കൃത്യമായ ഓർമ്മയിലല്ല, എൻ്റെ കൃത്യമായ കണക്കല്ല, എൻ്റെ ഓർമ്മയെന്ന് പറയുകയാണ്. ഞാനിത് പറയാൻ പോലും ചിന്തിച്ച കാര്യമല്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് പറഞ്ഞതാ, അല്ല ഞാനങ്ങ് വചനത്തിലൂടെ കയറിപ്പോയത്. നിങ്ങളിരുന്ന് നിങ്ങളിരുന്ന് തൂങ്ങുന്നു, ഉറങ്ങുന്നു, മയങ്ങുന്നു, മുഖം വാട്ടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ വീഡിയോ അടച്ചു പോകാനായിട്ട് ഇങ്ങനെ കൈ കൊണ്ടുവരണോ വേണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് പ്രസംഗം എന്താ പറയുക വിഷയത്തിലേക്ക് പോകുന്നതിനേക്കാൾ എനിക്കിത് ഒന്നും കൂടെ നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് പ്രചോദനം ഉണ്ടാകുന്ന കാര്യങ്ങൾ കൂടെ പറയാം. ഞാൻ ജോൺ ജി ലേക്ക് ഇതായിരിക്കും മോളെ, ഇതാ വലിയ പുസ്തകം ജോൺ ജി ലേക്കിൻ്റെ. അതെ, ഇതാണ് ഈ ജോൺ ജി ലേക്ക് എഴുതിയൊരു പുസ്തകമാണ് കേട്ടോ. ഞാനിത് വില കൊടുത്ത് വാങ്ങിയതാണ്. ജോൺ ജി ലേക്കിൻ്റെ പുസ്തകമാണിത്. ഈ മനുഷ്യൻ ഇങ്ങനെ ദൈവാത്മ പറഞ്ഞ് ഇങ്ങനെ ആഫ്രിക്കയിൽ പോയി. അന്ന് പ്ലേഗ് നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ ചെന്ന് ഈ ആഫ്രിക്കയിലെ 100,000 വ്യക്തികളെ ഇങ്ങേര് തൊട്ട് സൗഖ്യമാക്കി.
ഒരാൾ പോലും മിണ്ടിയില്ല. വേണ്ട മിണ്ടുന്ന അറിയില്ല. ഈ ആളുടെ കൈ തൊട്ടാൽ ആ കൈക്കകത്തിരുന്ന് പ്ലേഗ് രോഗാണുക്കൾ കരിയുമായിരുന്നു. നിങ്ങൾ ഞാൻ പറഞ്ഞ കഥയാണോന്ന് സെർച്ച് ചെയ്ത് നോക്ക്. എന്നിട്ട് ഗവൺമെന്റ് ചോദിച്ചു ആളോട്, എന്താണ് നിങ്ങൾ കൈവയ്ക്കുമ്പോൾ പ്ലേഗ് രോഗാണുക്കൾ മരിക്കാനുള്ള കാരണം എന്താ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള കാരണം എന്താണ്? ജോൺ ജിലേക്ക് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളും ഞാനും നമ്മൾ വ്യത്യാസത്തിലേ ഉള്ളൂ. നിങ്ങളിൽ യേശുവില്ല, എന്റെ അകത്ത് എന്റെ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടുന്നു. അന്ന് സകലരും ഇതേ ഇന്നത്തെ സാമൂഹിക അകലം അന്നുണ്ട്. സാമൂഹിക അകലം പ്രാപിക്കുമ്പോൾ താൻ മാത്രം സാമൂഹിക അകലത്തിലല്ല പ്രാധാന്യം കൊടുത്തത്. താൻ ഓരോ വ്യക്തികളെ തൊടുകയായിരുന്നു. തൊട്ടവരെ മുഴുവൻ കർത്താവ് സൗഖ്യമാക്കിയായിരുന്നു. 100,000 പേര് സൗഖ്യം പ്രാപിച്ച ചരിത്രമാണ് രേഖയായിട്ടുള്ളത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ശക്തിയോട് രാമ്യം പറഞ്ഞു യേശുവിന് മാരകമായ രോഗം നോക്കി രാജ്യങ്ങളെ മുഴുവൻ ആ ഭീതി ആഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഹെബ്രോൻ സഭയെ നിങ്ങൾ ഉറപ്പിക്കപ്പെടുക. നിങ്ങൾ ദൈവത്തിന്റെ ഭവനമാണെങ്കിൽ നിങ്ങളിൽ യേശുവിന്റെ ജീവൻ വ്യാപരിച്ചിരിക്കും. ഇവിടെ നിന്ന് തിരിച്ച് അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ചെന്ന്, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു കരയെങ്കിലും നാട്ടണം കേട്ടോ. വാഷിംഗ്ടൺ DC ചെന്നിട്ട് താൻ അവിടെ ഒരു വിടുതൽ കേന്ദ്ര യോഗം അല്ല വിടുതൽ ടെന്റ് അടിച്ച് പ്രാർത്ഥന തുടങ്ങി. അവിടെ വന്ന് സൗഖ്യമായത് 1,00,000 പേരാണ്. നിങ്ങൾ വായിച്ചു നോക്കി, ചരിത്രത്തിൽ ഉണ്ടോ നോക്ക്. ഇല്ലേ പാസ്റ്ററോട് പറ, ഇങ്ങനെ കള്ളനാണ്, ഇങ്ങനെ നീ എന്താ പറയുക, എന്നെ വിളിക്കുകയല്ല, ആ തൃശ്ശൂരുള്ള വിശ്വാസികളെ വിളിച്ച് പറ, ഇങ്ങനെ അവിടെ നിർത്തിയേക്കരുത്. ഞാൻ എൻ്റെ കയ്യിൽ ഇത് വായിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ പട്ടണം ആ കാലഘട്ടത്തിൽ അതെ കണ്ടോ മോൻ, അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എനിക്കെടുത്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഇത് വായിച്ചു നോക്കണം. നമ്മുടെ കൈക്കകത്തുണ്ട് ഇതൊക്കെ. ഇത് നോക്കുകയല്ല നമ്മൾ. ഏറ്റവും അധികം ആളുകൾ ആരോഗ്യത്തോടെ ജീവിച്ച പട്ടണമായിരുന്നു വാഷിംഗ്ടൺ DC. കാരണം രോഗികളില്ലാതായി. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റൂ? രോഗികളില്ലാത്ത പട്ടണമായി മാറി. ഏറ്റവും അധികം ആളുകൾ അത് ആര് എന്നാലും സൗഖ്യം പ്രാപിക്കുക. പോരാ, ഹെബ്രോൻ സഭയ്ക്ക് വിശ്വാസം പോരാ. സാധാരണ പാസ്റ്റർമാര് പ്രവാചകന്മാരൊക്കെ ഞങ്ങളുടെ ചർച്ചയിൽ ഇഷ്ടപ്രകാരം ദൈവാസമർ വന്നിട്ടുണ്ട്. ലോകത്തിലുള്ള അറിയപ്പെടുന്ന ശുശ്രൂഷകരെല്ലാം, അതായത് വരുന്ന ഈ ക്രിസ്തു എന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, അറിയപ്പെടുന്ന പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന വചന ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാർ ഞങ്ങളുടെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രവാചകന്മാർ പറയുമ്പോൾ ഒരു പദം പറയാറുണ്ട്, ഇപ്പൊ പറഞ്ഞ കാര്യം നിങ്ങൾ വിശ്വസിച്ചാൽ നടക്കും എന്ന് പറയാറുണ്ട്, ഇല്ലേ? നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്താൽ നടക്കും എന്ന് പറയാറുണ്ട്. ഞാൻ നേരെ തിരിച്ചാ പറയാറ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം ചെയ്യാൻ പോണ കാര്യം ദൈവം ചെയ്യും. നിങ്ങളുടെ വിശ്വാസം ദൈവത്തിന് വേണ്ട, നിങ്ങൾക്ക് ഇത് അനുഭവിക്കണമെന്ന് വിശ്വസിച്ചാൽ മതി. സജിയെ കിട്ടിയാലും കിട്ടിയില്ലാലും കർത്താവ് തൃശ്ശൂർ ചെയ്യാനുള്ള കാര്യം ചെയ്യും. സജിയെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലോ കർത്താവ് ഇന്ത്യയിൽ ചെയ്യാനുള്ള കാര്യം ചെയ്യും. എന്നാൽ സജിയെ നിന്നെ കിട്ടിയാൽ നിനക്ക് പ്രയോജനമാണ്. നീ അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് ഇത് അനുഗ്രഹമാണ്. നിന്റെ തലമുറയ്ക്ക് ഇത് അനുഗ്രഹമാണ്. നിന്റെ സഭയ്ക്ക് ഇത് അനുഗ്രഹമാണ്. നിന്റെ മകൾ അങ്ങനെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കൊതിയുള്ളവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് ശക്തിയോടെ ആമേൻ പറയുക. അവൻ വിശ്വസ്തനാണ്, അവൻ നീതിമാനാണ്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു വചനത്തിലേക്ക് കയറി വരാം. ഞാൻ വചനം പറഞ്ഞു തുടങ്ങിയപ്പോൾ നിങ്ങൾ ഇങ്ങനെ മൂകരായി പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോയത്. കർത്താവ് ഒരു വലിയ ഓണർ വായിക്കുന്നുണ്ട്. കർത്താവ് ഒരു വലിയ ഓണർ വായിക്കും. ഞാൻ അവിടെ ഇവരും പറഞ്ഞ പ്രസംഗകരുമായിട്ട് പറഞ്ഞതല്ല. എന്റെ മുറിയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതനാണ് ആദ്യം ഇത് എന്നോട് പറയുന്നത്. ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന സഭകൾ തൃശ്ശൂര്, കേരളത്തിൽ, ഇന്ത്യയിൽ എഴുന്നേൽക്കാൻ പോകണം. ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും 10,000-ങ്ങൾ, 20,000-ങ്ങൾ, 50,000-ങ്ങൾ ഒരുമിച്ച് കൂടി കർത്താവിനെ ആരാധിക്കുന്ന ഹോളുകൾ വരും, സ്ഥലങ്ങൾ വരും. എന്നെ കർത്താവ് ഗ്രൗണ്ടുകൾ കാണിച്ചു. 10,000-ങ്ങൾ, 20,000-ങ്ങൾ, 50,000-ങ്ങൾ ഒരുമിച്ച് കൂടി കർത്താവിനെ ആരാധിക്കുന്ന കൂട്ടങ്ങൾ, ആരാധന കൂട്ടങ്ങൾ വരും. അത് ഇന്ത്യ മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വരും. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ സ്വപ്നം കാണിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ക്രിസ്തുവിനോട് പോയി പറയാം,
ദക്ഷിണാഫ്രിക്കയിലുള്ള പാസ്റ്റർ ക്രിസ്റ്റിന്റെ അടുത്ത് പോയി പറ, ദൈവം അയക്കാൻ പോകുന്ന ഉണർവിൽ നിങ്ങളെ കർത്താവ്, നിങ്ങളുടെ ടീമിനെ കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കുമെന്ന് ക്രിസ്റ്റിനോട് പോയി പറയാൻ പറഞ്ഞു. അന്ന് എനിക്ക് ഈസ് എവിടെ ഉപയോഗിക്കുക, വാസ് എവിടെ എഴുത ഈസും വാസും ശരിക്കും പറയാൻ അറിയാത്ത അനുഭവത്തിൽ നിൽക്കുന്ന കാലഘട്ടം. ഒരു വാചക ഇംഗ്ലീഷ് പറയാൻ അറിയില്ല, മലയാളം തന്നെ അറിയില്ല, പിന്നെ ഇംഗ്ലീഷ്. ഈ സമയത്ത് ദൈവം കൊണ്ട് പറയാണ് അവിടെ ചെന്ന് ക്രിസ്റ്റിനോട് പറയാൻ. മലയാളം തന്നെ പൊത്തുപിടി, പിന്നെ പോയിട്ട് ക്രിസ്റ്റിനോട് എങ്ങനെ പറയും? ക്രിസ്തു മലയാളം പഠിച്ചു വരേണ്ടി വരും ഞാനിത് പറയാം. ഏതായാലും കർത്താവ് കാണിച്ച സ്വപ്നപ്രകാരം 5 പൈസ ചെലവില്ലാതെ കർത്താവ് എന്നെ ദക്ഷിണാഫ്രിക്കയിൽ അയച്ചു, ക്രിസ്ത്യന്റെ അടുക്കൽ അയച്ചു. സാധാരണ ഇവിടെ പോകുന്ന ആർക്കും ഇതവിടെ പറയാനായിട്ട് അനുവാദം കിട്ടാറില്ല, ക്രിസ്ത്യനോട് സംസാരിക്കാൻ അനുവാദം കിട്ടാറില്ല. പക്ഷേ ദൈവം അയച്ചാൽ അസാധ്യങ്ങളെ അവൻ സാധ്യമാക്കുന്നവനാണ്. ക്രിസ്തുവിനോട് മുഖത്ത് നോക്കി പറയാൻ കർത്താവ് കൃപ നൽകി. ഞാൻ ക്രിസ്തു വലിയ പുള്ളിയായതുകൊണ്ട് പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് ലോകവ്യാപകമായി കർത്താവ് അയക്കാൻ പോകുന്ന ഉണർവിന്റെ ഭാഗമായി സൗദിയിലെ ഹെബ്രോൻ സഭയോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ സമയം എന്നോട് പറഞ്ഞ ദൂത് ഞാൻ പറയുന്നു, എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പറയുന്നു, ദൈവാത്മ പറയുന്നു, ദേശങ്ങളെ അവകാശമാക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വളർത്താൻ പോവുകയാണ്. ഒരാമയെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നവർ ശക്തിയോടെ യേശുവിനെ പറഞ്ഞു. വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ വിശ്വസിച്ചില്ലേലും മടക്കും, വിശ്വസിച്ചില്ലേലും മടക്കും. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും സൗദിയിലെ ഉണർവായിക്കും, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും രാജകൊട്ടാരങ്ങളിൽ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന്റെ ദൂതുമായി വ്യക്തികളായേക്കും. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും കൊട്ടാരങ്ങളുടെ അകത്ത്, മന്ദിരങ്ങളുടെ അകത്ത് വഴിത്തലക്കിൽ കിടക്കുന്നവരുടെ എനിക്കറിയില്ല, അവിടെ ഭിക്ഷക്കാരുടെ എനിക്കറിയില്ല, സമൂഹത്തിന്റെ എല്ലാ തുറകളിലും ഉള്ളവരെ പരിശുദ്ധാത്മാവ് തൊടാൻ തുടങ്ങും. മലയാളി കൂട്ടത്തെ മാത്രമല്ല, ആമേൻ ഒന്ന് പറഞ്ഞു കർത്താവിന്, മലയാളി കൂട്ടത്തെ മാത്രമല്ല, മലയാളി പെന്തക്കോസ്ത് സഭയല്ല എന്റെ കർത്താവ്, എല്ലാ വിഭാഗത്തിലുമുള്ള ജനത്തെ ഒരുമിച്ച് കൂട്ടി അവന്റെ സഭയെ പണിയുന്നവനാണ്. സഭയുടെ അതിർവരമ്പുകള് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിശാലമാക്കട്ടെ, വിശാലമാക്കട്ടെ, വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ 1-2 മിനിറ്റുകൾ ശക്തിയോടെ യേശുവിനാമേ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ വളരേണ്ട പല വളർച്ചകളുണ്ട്. ഞാൻ ആ വളർച്ചകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് എല്ലാ പ്രവാചകന്മാരും അന്ന് പറഞ്ഞു പോകുന്ന ഒരു പ്രവാചക ദൂതായിട്ട് നിങ്ങൾ ഇവനെ തള്ളിക്കളയരുത്. ഇല്ലെങ്കിൽ സൗദി ഞാൻ വന്ന് ഞാൻ സഭ ആരംഭിക്കും. നിങ്ങൾ ചെയ്തോളണം, നിങ്ങൾ ചെയ്തോളണം. ഞാൻ വന്നാൽ മലയാളികളുടെ ഇടയിൽ ആരംഭിക്കുകയല്ല, ഞാൻ വന്ന അറബികളുടെ ഇടയിൽ ആരംഭിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ പൊന്നുമക്കളെ, ഒരു ചെറിയ വരം വന്നാ പോരെ. ഇപ്പോഴാണെങ്കിൽ എന്ത് എളുപ്പം അറിയോ, ഒരു കൊറോണയെ സൗഖ്യമാക്കുന്ന ഒരു വരം വന്നാ പോരെ. ഹലോ, നിങ്ങൾ ചിന്തിക്കുക എങ്ങനെയാണ് കർത്താവേ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, എങ്ങനെയോ ഇവിടെ നിയമങ്ങൾ എവരാണല്ലോ, നിയമങ്ങൾ മുഴുവൻ. എന്റെ പൊന്നു മക്കളെ, ഒരു വരം തുറന്നു. അപ്പൊ ഇവിടെ നിയമം മൊത്തം എതിരല്ലായിരുന്നോ യോസഫിനെ തൊണ്ടി സഹിതം പിടിച്ചകത്തിട്ടതല്ലേ? ഒരൊറ്റ വരമല്ലേ അവനെ കൊട്ടാരത്തിലെത്തിച്ച്? ആണോ? ഒറ്റ വരമല്ലേ അവനെ കൊട്ടാരത്തിലെത്തിച്ചത്? വിശ്വസിക്കാൻ പറ്റും നിങ്ങൾക്ക്? ഒറ്റ വരമല്ലേ, ഒരു സ്വപ്നമല്ലേ യോസഫിനെ കൊട്ടാരത്തിലെത്തിച്ചത്? വിശ്വസിക്ക. കർത്താവ് അവന്റെ സഭയ്ക്കകത്ത് കൃപാവരങ്ങളെ പകരുന്ന സമയമാണ്, കൃപാവരങ്ങളെ പകരുന്ന സമയമാണ്. അവൻ സഭയെ വളർത്തുന്ന സമയമാണ്. നമ്മള് ക്രിസ്തുവിന്റെ അപ്രമേയതാണ് അവിടെ നിൽക്കട്ടെ. ഞാൻ അവന്റെ 1-2 പടികൾ, സ്റ്റെപ്പുകൾ പറഞ്ഞു പോകാം. നിങ്ങൾക്ക് വളരാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളത് ധ്യാനിക്കുന്നത് നന്നായിരിക്കും. വളരാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കണേ. ഉറങ്ങുന്നൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, ഞങ്ങളുടെ ഇവിടെ സമയം 11 മുക്കാലായി, നിങ്ങളുടെ ഇവിടെ ഇത്ര ആയിട്ടില്ല. ഓക്കെ, വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഞാൻ 1-2 കാര്യങ്ങൾ, ടിപ്പുകൾ പറഞ്ഞു തരാം. വരങ്ങൾ ജ്വലിക്കാനുള്ള ടിപ്പുകൾ പറഞ്ഞു തരാം.
നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടത്, ഇച്ചിരി കൂടെ വോളിയം കൂട്ടിക്കുക. നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, അല്ലേ? നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലല്ലേ? വിശ്വാസത്താലാണ്. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം. ഒന്ന് പറ. ഇത്രയും എന്താ പറയാ, എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പാസ്റ്റർ ഇഷ്ടമായത് എന്താണെന്നറിയോ? ഞങ്ങൾ തമ്മിൽ എന്താ പറയുക, സാമ്യമുണ്ട്. പാസ്റ്റർ തലയും പെട്ടയാണ്, എൻ്റെ തലയും പെട്ടയാണ്. അപ്പം അതിലല്ല എനിക്ക് ഇഷ്ടമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മാസത്തിലും കർത്താവിനോട് ചേരുന്ന, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു വിടുക, നിങ്ങളുടെ അവിടുത്തെ കാര്യം കൂടെ നോക്കിയിട്ടാണ്, കർത്താവിനോട് ചേരുന്ന വ്യക്തികളുള്ള സഭയായിരുന്നു നിങ്ങളുടെ സഭ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കർത്താവ് ദാസം പറഞ്ഞ സാക്ഷി ഞാൻ മറക്കുകയില്ല. അത് വിശ്വാസം ഇല്ലാത്തവരെ കൊണ്ട് നടക്കുകയില്ല. അയ്യോ, ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഒരു ആമ്യം പറയാൻ. അയ്യോ, നിങ്ങൾ എന്ത് ആകെ താടിക്കൊക്കെ ആകെ വിഷമിച്ചിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങി പോകട്ടോ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കൃപാവനം പ്രാപിക്കാനും നിങ്ങൾ വളരാനുള്ള കുറച്ച് വഴികൾ പറഞ്ഞുതരാം. ഞങ്ങളുടെ ചർച്ചിനകത്ത് ഞങ്ങൾ ലോകത്ത് എവിടെ നിന്നെങ്കിലും ഒരു കൃപാവന പ്രാപ്തത കിട്ടിയാൽ, പ്രവാചകൻ കിട്ടിയാൽ അപ്പം കൊണ്ടുവരുമായിരുന്നു. അപ്പം അതിൻ്റെ കുഴപ്പം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ആരും എഴുന്നേറ്റിട്ടില്ല. ഞാൻ ഈ ചർച്ചിൽ വരുമ്പോൾ ഒറ്റയാളില്ല. ഒരു സ്വപ്നം കാണുകയോ ദർശനം കാണുകയോ ദൂത് പറയുകയോ ചെയ്യുന്ന ഒറ്റയാളില്ല. ഇപ്പൊ ചർച്ചിനകത്ത് ഒരു കൂട്ടം ആളുകളാണ്. പുറമേ ഒരാൾ വരണ്ട ചർച്ചിനകത്ത് ഒരു ദൂത് കേൾക്കാൻ. ഹലോ, ഒരു ആമയും പറ. കാലത്ത് എഴുന്നേറ്റ് വരുമ്പം ദൂത് പ്രതീക്ഷിച്ച് വരാൻ ആൾക്കാർക്ക്. കാരണം കാലത്തുള്ള പ്രാർത്ഥനയിൽ ഇന്നലെ രാത്രി കർത്താവ് കാണിച്ച കാഴ്ചകൾ പറയാൻ ആൾക്കാർ വരിക. ഒന്ന് ഉറച്ചു രാമ്യം പറയാൻ. നിങ്ങൾക്ക് ചെറിയ കുശുമ്പുണ്ടോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ സൗദിയിലൊക്കെ ആയതുകൊണ്ട് കുശുമ്പൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നു ചെറിയ കുശുമ്പുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്നത്, കർത്താവ് വിശ്വസ്തനാണ്. അവന്റെ കൃപാവരങ്ങൾക്ക് ഞാൻ വെറുതെ തമാശ പറഞ്ഞാണ് കേട്ടോ. നിങ്ങൾ ഒരു കുഴപ്പമില്ല, നല്ല മക്കളാണ്. എത്ര നല്ല മക്കളായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ മോനൊക്കെ നോക്കി ഇങ്ങനെ നിർനിമേഷനായിട്ട് ഇങ്ങനെ മോളിങ്ങനെ മൂക്കത്ത് കൈവച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് പേടിച്ചിട്ട് കൈവച്ചാൽ ആ കുഴപ്പമില്ല. ഞാൻ അപ്പോൾ നമ്മളതിന് ജിജ്ഞാസയൊക്കെ ഇട്ടിരിക്കുക. വീഡിയോ ഓഫ് ചെയ്യല്ലേ, ഞാൻ അപ്പോൾ പറഞ്ഞു നിർത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് കൃപാവരങ്ങളിൽ വളരണമെന്ന്, എല്ലാവർക്കും ആഗ്രഹമുണ്ട് പ്രയോജനപ്പെടണമെന്ന്, എല്ലാവർക്കും ആഗ്രഹമുണ്ട് യേശുവിനെ പോലെ ആകണമെന്ന്. പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഭാഗത്തെ നഗ്ന സത്യം. അപ്പൊ അതിന് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ അറിയേണ്ട ചില പടികൾ ഞാൻ പറയാം. എങ്ങും എത്തുകയില്ല. പക്ഷെ ഒരു 15 മിനിറ്റ് നേരം കൊണ്ട് നമുക്കിതിൻ്റെ ഒരു ക്രീം തൊടാൻ പറ്റുമോ നോക്കാം. ഇതിന് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് താല്പര്യമുള്ള കുറച്ച് പേര് 2-3 മണിക്കൂർ എത്ര നേരം ഇരുന്നാലും കുഴപ്പമില്ലാത്ത ആൾക്കാർ, വീഡിയോ ഒക്കെ ഓൺ ചെയ്തിരിക്കാൻ നട്ടല് കാണിക്കുന്ന കുറച്ച് ആൾക്കാർ, കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഇരുന്ന് ഇതൊക്കെ പഠിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ ഇതിൻ്റെ ശക്തി അങ്ങ് തുറക്കും. ഞങ്ങളുടെ ചർച്ചിനകത്ത് ഞങ്ങളിത് പഠിച്ചത് എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ച് കർത്താവിൻ്റെ അരിക്കൽ വരുമ്പോഴും 30 മിനിറ്റ് സമയം, 20 മിനിറ്റ് സമയം, 40. ഞങ്ങളുടെ ചർച്ചിൽ ഒരു പാസ്റ്റർ വന്ന 2 മണിക്കൂർ സമയം കൊടുക്കുക. ഞങ്ങളുടെ ചർച്ചിൽ ഒരു പാസ്റ്റർ വന്നാൽ കൊടുക്കേണ്ട സമയം എപ്പോഴാണെന്ന് അറിയൂ? പാസ്റ്റർ എത്ര ടൈമാണ് വേണ്ടത് ചോദിച്ചു. അജിബ്രദർ ചോദിച്ചോക്ക്. അജിബ്രദർ വരുന്നതാണ് അവിടെ രാത്രി 10:30 തുടങ്ങിയ പോണ്ടവർക്ക് പോകാം, ഇരിക്കേണ്ടവരിക്കും, അവര് പ്രാപിക്കുകയും ചെയ്യും. അപ്പൊ ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു 10 പേര് വേണ്ട, 5 പേരുണ്ടെങ്കിൽ അവരെ ഇരുത്തി ക്രമീകൃതമായി ഇത് പഠിപ്പിച്ചു കൊടുത്താൽ അവരിലൂടെ ഇത് തുറക്കാൻ പറ്റും. ശക്തിയോടെ ആമേൻ പറ കർത്താവിന്. അപ്പൊ ആദ്യം നിങ്ങളുടെ അകത്തുണ്ടാകേണ്ട ഒരു വിശപ്പാണ്. ഈ തലമുറയിൽ എനിക്ക് പ്രയോജനപ്പെടണം, എനിക്ക് കർത്താവിന് വേണ്ടി നിൽക്കണം, ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ ആഗ്രഹം വന്നാൽ കർത്താവ് നിങ്ങളെ വളർത്തും. ഓക്കെ, ഞാൻ അതിന്റെ പടി പറയാം. പടിയും അനുഗ്രഹവും കൂടെ ഒരുമിച്ച് പറയാം കേട്ടോ. ആദ്യം നമ്മൾ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്നു. അപ്പൊ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. അതും ദൈവത്തിന്റെ ദാനമാണ്. എങ്ങനെയാ വിശ്വാസം ഉണ്ടായത്? വിശ്വാസം കേൾവിയാലും, കേൾവി നിങ്ങൾ വായ അനക്കുമ്പോ എനിക്ക് അറിയാം പറയുന്നുണ്ടോന്ന്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ. അപ്പൊ വചനം കേട്ടിട്ടല്ലേ രക്ഷിക്കപ്പെട്ടെ? വചനത്താലല്ലേ വിശ്വാസം ഉണ്ടായേ? വചനത്താൽ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ കർത്താവിന്റെ സഭയിൽ വന്നു. സ്തോത്രം. പക്ഷേ സഭയിൽ വന്ന കുറെ എണ്ണം ചത്തുപോയി. ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ
യോന അപ്പച്ചൻ പത്മോസി കിടന്ന് പറഞ്ഞതാ, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നോക്കിയേ, നീ മരിച്ചവനാകുന്നു, നീ ചത്തുപോയി. ഈ പ്രവൃത്തി കുറെ ചെയ്യുന്നുണ്ട്, പക്ഷെ നിന്റെ പ്രവൃത്തിയൊന്നും കർത്താവിന്റെ ആത്മാവിൽ നിന്നല്ല. നീ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ല, മാനുഷികമായിട്ടും വ്യക്തിപരമായ ഉയർച്ചകൾക്ക് വേണ്ടിയോ പലവിധമാകുന്ന ഘടകങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറയാൻ നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ജീവനുള്ളവനെന്ന് സഭയിൽ വന്ന വിശ്വാസിയെ നിനക്ക് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാണ്. നീ മടങ്ങി വരണം, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ എന്റെ കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്താൻ വിശ്വസ്തനാണ്. സ്തോത്രം. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ഞാൻ വേദനിപ്പിക്കുന്നില്ല. ജീവനിലേക്ക് മടങ്ങി വരാം. അപ്പം രക്ഷിക്കപ്പെട്ട് നമ്മൾ സ്നാനപ്പെട്ട് ചർച്ചിൽ വന്നു. ഇത് വന്നത് വിശ്വാസത്താലാണ്. പക്ഷേ ഈ വന്ന വിശ്വാസത്താൽ ചർച്ചിൽ വന്ന നിങ്ങൾക്ക് ഇപ്പോ ഈ കടന്നുപോയ സാഹചര്യങ്ങളുടെ നടുവിൽ ഒരൊറ്റ പ്രാവശ്യം പോലും ഞാൻ ഭയപ്പെട്ടിട്ടില്ല, ഞാൻ വിചാരപ്പെട്ടിട്ടില്ല, ഞാൻ വ്യാകുലപ്പെട്ടിട്ടില്ല, എന്താകും എങ്ങനെയായിത്തീരും എന്ന് ഞാൻ വിചാരപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുള്ളവരൊന്ന് കൈപൊക്കി. കണ്ടോ, ഒരു അമ്മച്ചി മാത്രം കൈപൊക്കി. കണ്ടോ, അപ്പൊ ഞാൻ ഈ പ്രസംഗിക്കേണ്ട ആവശ്യമില്ലേ? ഞാൻ പലവട്ടം ചിന്തിച്ചു, ഞാൻ അപ്രമേയ ധാരം പ്രസംഗിക്കണോ വിശ്വാസം പ്രസംഗിക്കണോ? വിശ്വാസമല്ലോ എന്താ പറയുക, നമ്മൾ LKG പോവുക. അപ്പൊ നമ്മൾ വിശ്വസിച്ചിട്ട് സഭയിൽ വന്നേ, പക്ഷെ നമ്മളിപ്പോഴും ആരാ പറയുന്നേ? നമ്മൾ വിശ്വസിച്ചിട്ട് അവിടെ വന്നേ. നമ്മുടെ പേരെന്താ? നമ്മുടെ പേരെന്താ? വിശ്വാസി. പക്ഷെ സത്യത്തിൽ നമ്മൾ ആരാ? നമുക്ക് ഉണ്ടായ കുഴപ്പമില്ല. നമ്മുടെ കുറെ പാട്ടുകൾ ഉണ്ടാക്കിയ പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊരു പാട്ടറിയില്ലേ? അയ്യോ, നിന്റെ വിശ്വാസത്തോണിയിൽ കർത്തനുണ്ടോ, അവൻ അമരത്ത് തലവെച്ച്. കേട്ടിട്ടുണ്ടോ പാട്ട്? മയങ്ങുകയോ ഉണർത്തിയിടുക മനമേ, ഉണർത്തിയിടുക. ദിനം പ്രതികൂല കാറ്റാണോ കൊറോണയാണോ? ദിനം പ്രതികൂല കാറ്റുകൾ അടിച്ചിടുമ്പോൾ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അതും ഉണ്ട്. അയ്യോ, നിങ്ങൾ എന്താ ഇങ്ങനെ പോയി? ശ്രദ്ധിക്കും. അപ്പൊ പ്രതികൂല കാറ്റ് വരുമ്പോ യേശുവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതാണോ വിശ്വാസം? എഴുന്നേൽപ്പിക്കാതിരിക്കുന്നതാണോ വിശ്വാസം? എഴുന്നേൽപ്പിച്ചവരെ യേശു എന്താ പറഞ്ഞേ? എന്റെ ഭാര്യ ഈ പ്രസംഗം കുറെ വട്ടം കേട്ടോ, അവൾ ഇവിടുന്ന് പറയാ, നീ മണ്ടണ്ട, അവര് പറയാൻ നോക്കട്ടെ. എന്റെ മക്കളും ഭാര്യ ഉണ്ട് അടുത്ത് ഇങ്ങനെ ഇടത്തോലത്തിരിക്കുക, ഇവന് ഇവിടുന്ന് പറയാണ്ട് ഇവരിത് കുറെ കേട്ടതാണ്. അപ്പൊ പ്രതികൂല കാറ്റ് വരുമ്പം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ വിശ്വാസിയാണോ അല്പവിശ്വാസിയാണോ? എന്റെ പുസ്തകത്തിൽ മർക്കോസ് 4 എഴുതിയിരിക്കുന്നത് അല്പവിശ്വാസിയാണ്. അപ്പൊ വിശ്വാസിയാണ് എന്ത് ചെയ്യണം? വിശ്വാസിയാണ് കർത്താവ് എഴുതി വിളിച്ചത്. അല്പവിശ്വാസികളെ, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്ത്? അതിന്റെ അർത്ഥം എന്താ? കർത്താവ് എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? നിന്നെ വിളിച്ചത് കർത്താവാണോ? അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ് നിന്നെ അങ്ങേ കരയിൽ നിന്ന് അക്കരയ്ക്ക് ഈ പടകിൽ നിന്റെ യാത്ര പുറപ്പെടുവിച്ചത് കർത്താവാണെങ്കിൽ അടിക്കുന്ന കാറ്റുകളുടെ മടിവിൽ, തിരമാലകളുടെ മടിവിൽ മുക്കാതെ നിർത്താൻ അവൻ വിശ്വസ്തനായ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പാട്ടൊക്കെ പാടും, അടിച്ചു പൊളിച്ചു. ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. മണ്ണിടത്തിൽ വന്നു വന്നേനെന്റെ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്തിടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്തിടാം. അന്ത്യകാലം വന്നടുത്തു പെന്തക്കോസ്തിൻ ജ്വാലയാലെ, അന്ത്യകാലം വന്നടുത്തു പെന്തക്കോസ്തിൻ ജ്വാലയാലെ. ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ, ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്തിടാം. ഹല്ലേലൂയ.
പാടിയാൽ ഞാൻ നിർത്തുകയില്ല. പാട്ട് അറിയില്ലെങ്കിലും പാട്ട് വന്നാൽ ഞാൻ പാടും. ടൂണൊന്നും നോക്കുകയില്ല. ഉള്ളി എന്ന പാട്ടിന്റെ അർത്ഥം വരുന്നത് എന്നെ വിളിച്ച കർത്താവുണ്ട് കേട്ടോ. അവൻ കൊറോണ വന്നാലും എന്നാ കൊറോണയുടെ മുത്തച്ഛൻ വന്നാലും അവൻ എന്നെ കൈവിടുന്നവയോ അല്ല. എന്റെ ശുശ്രൂഷ തീരാവേ, എന്റെ ശുശ്രൂഷ തീരാവേ. ആമേൻ പറ. ഇന്ന് മകൾ വിദേശത്തിരുന്നുകൊണ്ട് എന്നെ കേൾക്കുമ്പോ സഹോദരന്മാരെ, നിങ്ങളുടെ സഭയിലുള്ള കുടുംബങ്ങളോടാണ് ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നത്. എന്താ പറഞ്ഞത്? നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ നിങ്ങളെ കൈവിടുന്നവനല്ല. ഇപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഒരു ജീവന്റെ വ്യാപാരം, ഒരു ജീവശക്തിയുടെ വ്യാപാരം പരിശുദ്ധാത്മാവേ ഇപ്പോൾ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൺക്ലൂഡ് ചെയ്യാം. ശ്രദ്ധിച്ചു കേൾക്കണേ. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുന്ന വിശ്വാസത്താലാണ്. രക്ഷിക്കപ്പെടുന്ന വിശ്വാസത്താൽ. പക്ഷേ നമ്മൾ എപ്പോഴോ മരണങ്ങളിലേക്കൊക്കെ പ്രവേശിച്ചു. ഇതിനകത്ത് കുറച്ച് പേര് പക്ഷേ അതിലേക്ക് പോകാതെ പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും കൃപാവരങ്ങളെ കുറിച്ചൊക്കെ അറിവുണ്ടാകുകയും ആത്മാവിൽ വളരുകയും ചെയ്യാൻ വേണ്ടി കൊതിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കാൻ പറയും. 1 Corinthians 12 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കുന്നവർക്ക് കൃപാവരങ്ങൾ പകുത്തു കൊടുക്കാൻ തുടങ്ങി. കൃപാവരങ്ങൾ പകുത്തു കൊടുക്കാൻ തുടങ്ങി. വേദപുസ്തകം നിങ്ങൾ ശ്രദ്ധയോടെ പഠിച്ചാൽ 20-ൽ പരം കൃപാവരങ്ങൾ കാണാം. അതിനകത്ത് 9 കൃപാവരങ്ങൾ നിങ്ങൾക്ക് 1 Corinthians 12 9 കാണാം. ഞാൻ അവനെ 3 ആക്കി തിരിക്കുന്നു. 1 റെവലേഷൻ ഗിഫ്റ്റ്, വെളിപ്പാടിന്റെ ഗിഫ്റ്റുകൾ. 2 പവർ ഗിഫ്റ്റ്, അതായത് ശക്തിയുടെ ഗിഫ്റ്റുകൾ. 3 ഇൻസ്പിറേഷണൽ ഗിഫ്റ്റുകൾ, അതായത് പ്രചോദനം നൽകുന്ന, വർധനവ് നൽകുന്ന, ആത്മീക വളർച്ചയ്ക്കായി ഉത്തേജിപ്പിക്കുന്ന ഗിഫ്റ്റുകൾ. പ്രധാനമായ 3 ഗിഫ്റ്റുകൾ, 3 ഭാഗങ്ങൾ. 1 റെവലേഷൻ ഗിഫ്റ്റ്, 2 പവർ ഗിഫ്റ്റ്, 3 ഇൻസ്പിറേഷൻ ഗിഫ്റ്റുകൾ. ഇതിനകത്ത് നോക്കിയേ, നടുവിലത്തെ മാത്രം പിടിച്ച് അതിൽ നിന്ന് 1 മാത്രം തൊട്ട് ഞാൻ അവസാനിപ്പിക്കാം. 3-നെ 9-നെ 3 കൂട്ടമാക്കി തിരിച്ചു. റെവലേഷൻ ഗിഫ്റ്റ്, ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, ആത്മാക്കളുടെ വിവേചനം. ഇതാണ് റെവലേഷൻ ഗിഫ്റ്റ്. എന്നാൽ പവർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വിശ്വാസം, വീര്യപ്രവൃത്തികൾ, രോഗശാന്തിയുടെ വരം. ഇത് 3-മാണ് പവർ ഗിഫ്റ്റ്. എന്നാൽ അതിനപ്പുറം ഇൻസ്പിറേഷൻ ഗിഫ്റ്റ് ഉണ്ട്. പലവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം, പ്രവചനം. ഇങ്ങനെ 3 വിഭാഗമാക്കി നമുക്ക് ഈ കൃപാവരങ്ങളെ നമുക്ക് വിഭജിക്കാം. ഈ 9 കൃപാവരങ്ങളും ലഭ്യമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇത് നമ്മിൽ പകരുമെന്നുള്ള വിശ്വാസത്താൽ നാം കർത്താവിനെ കാത്തിരിക്കണം. യെശയ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരാൻ തുടങ്ങും. കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്നും തുറക്കുന്നുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ ആരാപിച്ച് അവനെ കാത്തിരുമാൻ അന്ത്യോക്യ സഭയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, എഫെസോ സഭയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, യെരുശലേം സഭയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഹെബ്രോൻ സഭയോട് പക്ഷപാതം കാണിക്കുകയില്ല. അവൻ ആ സഭയ്ക്കകത്തും ഇറങ്ങുന്നവനാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഞങ്ങളവ തൃശ്ശൂർ കണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി മട്ടല്ലോട് ഞാൻ പറയാം, ധൈര്യത്തോടെ ഞാൻ പറയാം, വിശ്വസ്തയോടെ ഞാൻ പറയാം, അവൻ ഹെബ്രോൻ ചർച്ചിലും അവൻ കൃപാവരങ്ങൾ പകുത്തു നൽകുന്നവനാണ്. ശ്രദ്ധിക്കൂ. അപ്പോൾ ഒരു വിശ്വാസിയാകാനുള്ള വിശ്വാസം വേറെ, കൃപാവരം പ്രാപിക്കാനുള്ള വിശ്വാസം വേറെ. ഇനി കൃപാവരത്തിനകത്തുള്ള ഒന്നാണ് വിശ്വാസം. ഹലോ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? 9 കൃപാവരങ്ങളിൽ ഒന്നാണ് എന്ത്? 9 കൃപാവരങ്ങളിൽ വിശ്വാസമുണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയ സിസ്റ്റർ. ഞാൻ വേറെ വാക്യം വായിപ്പിക്കുന്നില്ല. ഒന്ന് വായിച്ചു നോക്കിയ വിശ്വാസം ഉണ്ടോ എന്ന്. അവിടെ എത്രാമത്തെ വാക്യമാണെന്ന് പറഞ്ഞ് വായിച്ചു നോക്കിയേ. വേറൊരുത്തന് അതേ ആത്മാവിനാൽ. ഒന്ന് പറ, വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം. ഒന്ന് പറ, വേറൊരുത്തന് അതേ ആത്മാവിനാൽ. അപ്പൊ വിശ്വാസം എന്ന വരം അത് മറ്റൊന്നല്ലേ? ആണോ? അപ്പൊ രക്ഷിക്കപ്പെടാനുള്ള വിശ്വാസം വേറെ, കൃപാവരം പ്രാപിക്കാനുള്ള വിശ്വാസം വേറെ. കൃപാവരം പ്രാപിച്ചതിൽ വിശ്വാസം എന്ന വരം കിട്ടിയവന്റെ വിശ്വാസം വേറെ.
ആമേൻ. Praise the Lord. സ്തോത്രം. സ്വോത്രം. അപ്പൊ കൃപാവരം എന്ന് പറഞ്ഞാൽ അത് ദൈവം നൽകുന്ന ദാനമല്ലേ? ആമേൻ. ആണോ? അത് എന്റെ ആണോ? ആമേൻ. എന്റെ ആണോ കൃപാവരം? എന്റെ അല്ലല്ലോ, ദൈവം നൽകുന്നതല്ലേ. ദൈവത്തിന്റേതാ. അപ്പൊ ദൈവം നൽകുന്ന വരമാണ് കൃപാവരം. ആമേൻ. അപ്പൊ ദൈവം എനിക്ക് വിശ്വാസം എന്ന വരം നൽകുന്നു. Yes. ഈ 9 കൃപാവരങ്ങളിൽ 8 എണ്ണവും എന്നിൽ പകരപ്പെട്ട കൃപാവരം അഭിഷേകത്താൽ വ്യാപരിക്കുകയാണ്. ആമേൻ. വിശ്വാസവും അഭിഷേകവും കൂടെ എന്നിൽ വ്യാപരിക്കുമ്പോൾ 8 കൃപാവരങ്ങൾ എന്നിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണ്. Praise the Lord. എന്നാൽ 9ാമത്തെ കൃപാവരത്തിന്റെ പ്രത്യേകത, ഇത് എന്റെ അകത്തങ്ങ് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ എന്തിന്റെ നടുവിലും അങ്ങ് ഉറച്ചു നിൽക്കുക. 8 കൃപാവരങ്ങൾ എന്നിൽ നിന്ന് അത്ഭുതങ്ങള് പുറത്തേക്ക് എന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് ഒഴുക്കുമ്പോൾ 9ാമത്തെ കൃപാവരം എന്നിൽ നിന്ന് എന്നിലെ വിശ്വാസത്താൽ എന്നിലേക്ക് അത്ഭുതങ്ങളെ കൊണ്ടുവരികയാണ്. ഞാനത് തെളിയിച്ചു വരാം. ഇവിടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചു കേൾക്കണേ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ വളരുമെന്ന്? കേട്ടിട്ടുണ്ടോ? വാക്യം കേട്ടിട്ടുണ്ടോ? ക്രിസ്തു എന്ന തലയോളം വളരുമോ? അയ്യോ, ആരിലൊന്ന് പറ. ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ വളരുമോ? ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ വളരുമോ? എന്തെങ്കിലും വളരുമോ? സ്നേഹത്തിൽ സത്യം സംസാരിച്ച ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന് എഫേസ്യ ലേഖനം 4:13 വായിച്ചിട്ടുണ്ടോ? എഫേസ്യ ലേഖനം 3:19 വായിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ എല്ലാ നിറവയോളം നിറയണമെന്ന് എഫേസ്യ ലേഖനം 1:23 നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ സഭയ്ക്ക് യേശുവിനെ നൽകി. അർത്ഥം നിങ്ങൾ ദൈവത്തിന്റെ നിറവായി മാറണം. ഹലോ, ക്രിസ്തുവിന്റെ അപ്രമേയ ധനം ഞാൻ തൊടാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് ഇത് പറഞ്ഞു വരുന്നേ. ദൈവത്തിന്റെ പറ എല്ലാ നിറവിനോളം. ആരെങ്കിലും ഒരാൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ യേശുവിനെ പോലെയായി വളരുമെന്ന്? ഒന്ന് കൈപ്പൊക്കാവോ? അങ്ങനെ എനിക്കൊരു വളർച്ച ദൈവം തരും. നമ്മളെ വളർത്തുകയല്ല, ദൈവം എന്നെ വളർത്തും. അങ്ങനെ ബൈബിളുണ്ടോ അത്? അയ്യോ, ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തിരാമേ പറ. ബൈബിൾ ഉണ്ടെങ്കിൽ കരം ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ക്രിസ്തു എന്ന തലയോളം ദൈവത്തിന്റെ എല്ലാ നിറവിനോളം എന്നെ അവൻ നിറയ്ക്കുന്ന ദൈവമാണ്. നീ യേശുവിനെ പോലെയാവും, നീ ക്രിസ്തുവിനെ പോലെയാവും. സ്തോത്രം. എനിക്കറിയാം അത് അംഗീകരിക്കാനും സ്വോത്രം പറയാൻ ചില ബുദ്ധിമുട്ടാ. സമയമെടുത്ത് തെളിയിക്കാം. പിന്നെ ഇന്ന് ഞാനൊരു കൺക്ലൂഷൻ പറഞ്ഞു നിർത്താം. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറയും. അപ്പൊ നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരായി? എന്റെ സ്പിരിറ്റ് ആരായി? ക്രിസ്തുവിന്റെ നിറവിനോളം നിറഞ്ഞില്ലേ? അപ്പൊ നോക്കിയേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യത്തെ അപ്പോസ്തലൻ, ശ്രേഷ്ഠ അപ്പോസ്തലൻ ക്രിസ്തുവല്ലേ? ആണോ? ഏറ്റവും വലിയ പ്രവാചകൻ ക്രിസ്തുവല്ലേ? ഏറ്റവും വലിയ ഉപദേഷ്ടാവ് ക്രിസ്തുവല്ലേ? ഏറ്റവും വലിയ സുവിശേഷകൻ യേശുവല്ലേ? ഏറ്റവും നല്ല ഇടയൻ യേശുവല്ലേ? അപ്പൊ നീ ക്രിസ്തു എന്ന തലയോളം വളർന്നാൽ ഈ 5 വിധ ശുശ്രൂഷകൾ നിന്റെ അകത്ത് വരുമോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരാമേൻ കർത്താവിന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തു എന്ന തലയോളം അന്ത്യകാല ഉണർവിൽ കർത്താവ് ഒരു കൂട്ടം യുവജനങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിച്ചിരിക്കോ. എന്നെ കാണിച്ച കാഴ്ച ഞാൻ പറയാ. എന്റെ മുറിക്കകത്ത് ഇറങ്ങി വന്ന ദൂതൻ പറഞ്ഞ വാക്ക് ഞാൻ പറയാ. സജിയെ, ലക്ഷമല്ല, 1 ലക്ഷത്തെയല്ല, 4 ലക്ഷത്തിന് മുമ്പിൽ ഞാൻ പിന്നെ നിർത്തോ. ഇന്ന് രാത്രി ഞാൻ ഹെബ്രോൻ സഭയോട് ദൂത് പറയാ. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലോ ഇവരകത്ത് ചെലവിന് പരിശുദ്ധാത്മാവ് തട്ടി എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ സംസർഗമുണ്ടായി, ദൈവത്തിന്റെ എൻകൗണ്ടർ ഉണ്ടായി. അവന്റെ ദൂതന്മാർ ഇറങ്ങിവന്ന് സ്വപ്നങ്ങളിലൂടെ ദർശനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിച്ച് അവന്റെ ജനത്തെ അവൻ പണ്ടെടുപ്പാൻ വിശ്വസ്തനാണ്. കർത്താവിന്റെ ഭാഷ മടുത്തു പോകണ്ട, പ്രാർത്ഥിച്ചു. ആത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവൻ സഭയ്ക്കകത്ത് അയച്ച് ഒരു കൂട്ടത്തെ അവൻ ആത്മാവിൽ പണിമെടുത്ത്
അവൻ ഉറപ്പോടെ സഭയെ പണിയുന്നവനാണ്. അൽക്കഥൻ ഞാനിത് ഇന്ന് രാത്രി ആത്മാവിൽ കണ്ടുകൊണ്ട് ധൈര്യത്തോടെ സഭയിലേക്ക് ദൂത് കൈമാറുകയാണ്. അവൻ വിശ്വസ്തൻ, അവനത് തുറക്കാൻ വിശ്വസ്തൻ. ഞാൻ അവനകത്ത് നമുക്കിത് കുറേ വിശാലമായി പറയേണ്ട കാര്യമാണ്. ഒറ്റ വിഷയം പറഞ്ഞു നിർത്താം. നിങ്ങളുടെ അകത്ത് ഫെയ്ത്ത് വന്നാൽ, ഫെയ്ത്ത് നിറഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ഒരു അത്ഭുതമായിരിക്കും. നിങ്ങൾ നിന്നാൽ നിൽക്കുന്നത് ഒരു അത്ഭുതം, നിങ്ങൾ പറഞ്ഞാൽ പറയുന്നത് ഒരു അത്ഭുതം, നിങ്ങൾ നോക്കിയാൽ നോക്കുന്നത് ഒരു അത്ഭുതം, നിങ്ങൾ തൊട്ടാൽ തൊടുന്നത് ഒരു അത്ഭുതം. കർത്താവ് അയക്കാൻ പോകുന്ന അന്ത്യകാല ഉണർവിൽ, കർത്താവ് അയക്കാൻ പോകുന്ന അന്ത്യകാല ഉണർവിൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നത് ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം, അസാധാരണ അത്ഭുതങ്ങൾ. കർത്താവ് ഈ കാഴ്ചകൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ IPCയിലെ ഏറ്റവും പ്രായമുള്ള വചനപാണ്ഡിത്യമുള്ള നിങ്ങളെല്ലാവരും അറിയുന്ന ഒരു ദൈവദാസനടുക്ക് ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നു, പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊക്കെ ചലിക്കുന്നു, ഞങ്ങളുടെ ചർച്ചിനകത്ത് പല കുടുംബങ്ങളിലും ദൂതന്മാർ ഇറങ്ങുന്നു. ഇവിടെ അനിൽപ്രദരോടിരിക്കുന്നു, ചോദിച്ചു നോക്കി, ഞാൻ വെറുതെ പറയുന്നതാണെങ്കിൽ പല കുടുംബങ്ങളിലും വ്യക്തികൾ ദൂതന്മാരെ കണ്ടിട്ടുണ്ട്. പല കുടുംബങ്ങളിലും വ്യക്തിപരമായി കർത്താവ് ഇറങ്ങി വന്ന് കർത്താവ് വ്യക്തിയുടെ കയ്യിൽ തൊട്ടിട്ടുണ്ട്. കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടായിട്ടുണ്ട്. ദൈവ ശബ്ദം വാക്കുകളായി കേട്ടവരുണ്ട്. കർത്താവിൽ നിന്ന് സ്വപ്നങ്ങൾ കണ്ടവരുണ്ട്. കർത്താവ്, ഞാൻ ആ ധൈര്യത്തോടെ നിങ്ങളോട് പറയുന്നത്, അല്ലാണ്ട് കഥ പറഞ്ഞ് ഒരു പ്രസംഗം വന്ന് പ്രസംഗം സൂചിപ്പിക്കാമെന്ന് പറഞ്ഞു പോകുന്ന അല്ല. ഞാൻ ചർച്ചിൽ പരിശുദ്ധാത്മാവ് തുറക്കുന്നത് സാക്ഷികളെ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടി ഞാൻ നിങ്ങളോട് ധൈര്യത്തോടെ പറയാം, നിങ്ങളുടെ അകത്ത് വിശ്വാസം എന്ന വരം വന്നാൽ, നോക്കിയേ, ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കേണ്ട സമയം പോയി, പറഞ്ഞ സമയം കഴിഞ്ഞു, 12 മണിയായി. ഞാൻ പറഞ്ഞല്ലോ, നിർത്താതെ പോയാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യമാണെന്ന് എൻ്റെ ഓർമ്മ. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചു. ഞാൻ ആ വാക്യോട് വായിച്ചു നിർത്താം. ഒരാൾക്കൊന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോ. ഞാൻ ആ വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യമായിരിക്കണം. ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോ. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അത് തന്നെയാണ്. അവർ അടുത്ത വാക്കോട് വായിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ഒന്നാ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു പറയാമോ? ഒന്നാ വാക്യം ഒന്ന് പറഞ്ഞ് വായിക്കാൻ പറ്റുന്നവരൊന്ന് പറഞ്ഞ്. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അടുത്ത വാക്ക്, അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട്. കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ദാനിയേൽ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട്. അടുത്ത വാക്ക്, അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. എന്താണ് അവന് യാതൊരു കേടും പറ്റിയതായി. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് യാതൊരു കേടും വരാതെ സൂക്ഷിക്കാൻ ശക്തിയുണ്ടോ? അവർ വിശ്വസിക്കുന്ന ദൈവത്തിന് ഉണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ ഉറച്ചു രാമ്യം പറ മക്കളെ. നമ്മൾ വിശ്വാസികൾ പറയാൻ കാരണം എന്താ അറിയോ? നമ്മൾ വിശ്വാസികൾ പറയാൻ കാരണം വിശ്വാസ ഈ ഫെയ്ത്ത് വേൾഡിലെ സ്പിരിച്വൽ വേൾഡിലെ നിയമം എന്ന് പറയുന്നത് വിശ്വസിച്ച് പറഞ്ഞോളണം. യേശുവിനെ വിശ്വസിച്ചു, വാ തുറന്ന് പറഞ്ഞു. സ്പിരിച്വൽ വേൾഡിലെ എന്ത് കാര്യം അനുഭവിക്കണമെങ്കിലും വാ തുറന്ന് പറയണം. മയിൽക്കുട്ടികൾക്ക് വിശ്വാസ ലോകത്തിൽ ഒന്നും അനുഭവിക്കാനില്ല. ദാനിയേൽ ദൈവത്തിൽ വിശ്വസിച്ചു. ദാനിയേൽ ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ പറഞ്ഞില്ല, സിംഹമേ വാ അടക്കടാ. അവൻ പറഞ്ഞില്ല, സിംഹമേ എന്നെ മാന്തരുത്. അവൻ പറഞ്ഞില്ല, എന്നെ സിംഹമേ നീ തുടരുത്. ഇല്ല, അവന്റെ വിശ്വാസം നിമിത്തം അവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അവനെ കരുതുന്ന, അവനെ സൂക്ഷിക്കുന്ന, അവനെ നിങ്ങൾ ആരും ആമ്യം പറഞ്ഞില്ല. പറയുവാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ, ബലം വരുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ആമ്യം പറ. ഞാൻ അവന് ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യാൻ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവേ
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാനിവിടെ മറ്റൊരു മൊബൈലും കൂടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് പറയാൻ മറന്നുപോയി. എനിക്ക് ഇത് പോകുമെന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഹോസ്റ്റ് അത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ സാരമില്ല, നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പക്ഷേ സജി ജോർജ് എന്ന പേരിൽ 2 അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. ഒന്ന് ഏഷ്യാനെറ്റ് കേബിളും മറ്റൊന്ന് എയർടെല്ലുമാണ്. അപ്പോൾ ഒന്ന് പോയാലും ശുശ്രൂഷ പോകാതിരിക്കാൻ വേണ്ടി 2 കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹോസ്റ്റ് അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് നിർത്തുക. എന്തായാലും ഇനി പ്രശ്നം ഉണ്ടാകില്ല. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ക്രിസ്തുവിൻ്റെ സമ്പന്നത ഒന്നും തൊട്ടില്ല. അത് തുടരണമെങ്കിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് പോകണം. അവൻ ജീവനാണ്, അവൻ വെളിച്ചമാണ്, അവൻ 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 നമുക്ക് വേണ്ടി ഒഴുകുന്ന ജീവജല നദിയാണ്, അവൻ ജീവൻ്റെ അപ്പമാണ്, അവൻ നമുക്ക് വാസസ്ഥലമാണ്, അവൻ നമുക്ക് പകരപ്പെടുന്ന ജീവജല ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. അങ്ങനെ നിങ്ങൾ ആത്മാവിൽ വളരാൻ, ക്രിസ്തുവിൻ്റെ സമ്പന്നത അനുഭവിപ്പാൻ. ഞാൻ ആ വിഷയങ്ങളെല്ലാം ഇന്ന് രാത്രി തൊട്ടില്ലെങ്കിലും തൊട്ട വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. വിഷയങ്ങൾ എത്രത്തോളം തൊട്ടുവെന്നല്ല, പരിശുദ്ധാത്മാവ് ഇഷ്ടമുള്ള തലത്തിൽ നിങ്ങളെ വളർത്താൻ തയ്യാറായി നിൽക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു 2-3 മിനിറ്റ് 3-4 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ നേരമുണ്ടോ? നിങ്ങൾക്ക് ഒരു 3-4 മിനിറ്റ് പ്രാർത്ഥിക്കാൻ നേരമുണ്ട്. ഒരു 3-4 മിനിറ്റ് പാസ്റ്ററെ, സമയം പറഞ്ഞ സമയം വിട്ടുപോയെങ്കിലും ഒന്ന് ആ സമയത്ത് നിങ്ങൾ ആരും കൈകെട്ടിയിരിക്കരുത്. നിങ്ങൾ പാസ്റ്റർ ഞാൻ പ്രസംഗിച്ച പ്രസംഗം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ ദൂത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളൊന്ന് കർത്താവിനെ ആരാധിച്ച്, നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച്, സജി പാസ്റ്റർ അല്ല വിശ്വസിക്കുന്നത്, ജെയിംസ് പാസ്റ്റർ അല്ല വിശ്വസിക്കുന്നത്, അവരൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നിർത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നാം വിശ്വസിക്കുന്നത് വിശ്വസ്തനായ ദൈവത്തിലാണ്. നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദാനിയേലിനെ സൂക്ഷിച്ച ദൈവം, ദാനിയേലിനെ പ്രൊട്ടക്ട് ചെയ്ത ദൈവം, ദാനിയേലിനെ കരുതിയ ദൈവം, ഒരു സിംഹത്തിന്റെ വായും പിളരാതെ വണ്ണ, ഒരു സിംഹത്തിന്റെ മകം പോലും അവനെ തൊടാതെ വണ്ണ, സിംഹങ്ങളുടെ വാ അടച്ചവൻ സൗദി അറേബ്യയിൽ നിങ്ങൾ അനുഭവിക്കുന്ന യാതൊരു പ്രതികൂലങ്ങളോ നിങ്ങളെ തൊടാതെ വണ്ണം ദൂതന്മാരെ അയച്ച് ഹടകഥന അപരങ്ങൾ തുറക്ക മക്കളെ, അപരങ്ങൾ തുറന്ന് ആമ്യമ്പർ അപരങ്ങൾ തുറന്ന് ഷാഡാദന അൽക്കഥന ഘടകഥന അൽക്കഥന ഘടകവന ബ്രിസ്റ്റൽ സോണി പ്രാർത്ഥിച്ചോ. മോന്റെ മേൽ പരിശുദ്ധാത്മാവ് അടുത്തൊരു സ്പർശനം. അടകതിനി ഹൽക്കവന മോൻ അന്തിക്കണ്ട, നിന്റെ മേൽ തന്നെ ശബന ഘടകവന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അവന്റെ ശക്തിയും പകർന്ന് റിമന ജഗന കഴുതിയെ തപ്പിപ്പോയ അടകവന ഘടികതിനി ഘടക ശൗലിന്റെ മേൽ അഭിഷേകം പകർന്ന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി അവൻ നിന്റെ മേൽ പകരാൻ ക്രിസ്ത്യൻ സോണി എന്ന ഇതിനകത്തിരിക്കുന്ന മോനോടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. മോനെ, ദൈവത്തോട് പ്രാർത്ഥിച്ചോ. ഈ തലമുറയിൽ നിന്റെ മേൽ ചില മേഖലകൾ പരിശുദ്ധാത്മാവിനെ തുറക്കാനുണ്ട്. അടകജന ഹൽക്കുതിരി അടകതിരി ഘടകതിരി ഹൽക്കബന ചില നിമിഷങ്ങൾ അപരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച് അടകജന ഘടക ശമന ഘടകമന പരിശുദ്ധാത്മാവേ ഈ ജനത്തിന്റെ മേൽ ആത്മാവിന്റെ ആഴങ്ങൾ ആത്മശക്തിയുടെ അടകഥന റിബന ഘടകമന സന്തുരോപന അൽക്കഥന ഗതിരിബിരി ഘടകമന പരിശുദ്ധാത്മാവ് അങ്ങനെ ചില വരങ്ങൾ, അങ്ങനെ ചില ആത്മാവിന്റെ ആഴങ്ങൾ അടകതിന് ഘടകമന അഡോണിയ മരിയം എന്ന് പറഞ്ഞിരിക്കുന്ന പേരിനകത്തിരിക്കുന്ന മോൻ, ആ കൊച്ചു മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഈ രാത്രി അങ്ങവനെ തൊടണമേ. ഷാറ അടകതിന് ഹൈസസ് ഡിവൈൻ എൻകൗണ്ടറുകൾ നടക്കുന്ന ഷാദന. ആ വീട്ടിൽ ആരെങ്കിലും ആ മോന്റെ മേൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചോ. അടകതന ഷാദുരബിനി ഘടകമന ഓ അഡോണിയ മരിയം
എന്ന പേരെ വിരിക്കുന്ന വീട്ടിനകത്തെ ആ മോന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അൽക്കദന കടകദന കാലഘട്ടത്തിന്റെ ഒടുക്കനുസരിച്ച് ഒഴുകാനല്ല പരിശുദ്ധാത്മാവ് നിന്നെ വിളിച്ചിരിക്കുന്നവ. നിന്നെ അപ്രമേയ ശക്തി പകർന്ന അടകദന കമന ചുടരാബാന ഹൽക്കദന ഗടഗദന അടഗദന ഗടഗമന സിസ്റ്റർ സുനിമോൻ റിബന ഗടഗമന അൽക്കമന ഗടഗ മിന്നമേ ആത്മാവിന്റെ ജ്വാലകൾ, ആത്മാവിന്റെ സ്പർശനം റിബന ഗടഗമന മഞ്ഞു പോലെ തീ പോലെ പരിശുദ്ധാത്മാവ് മിന്നമേൽ പെയ്തിറങ്ങാൻ പോകുക. അടഗദന റീകൽ ഗടഗമന മിന്ന കരച്ചിലിങ്കൽ റിബന ഗടഗമന അൽക്കമന ഗടഗമന മിന്ന ഭാരത്തിങ്കൽ മനസ്സലിവ തോന്നുന്ന യേശുവിന്റെ കരം അൽക്കദന ചിബിനി ഘടകമന അടഗദിനി അൽക്കദന ശാന്തരെ വൈദൽ കടഗദിനി ഹദിരിബിലി ഘടകം. മോൻ ജെറാൾഡ് പ്രാർത്ഥിച്ചോ, മോൻ പ്രാർത്ഥിച്ചോ, ജെറാൾഡ് പ്രാർത്ഥിച്ചോ. യെസ് റീബാനാബ, നിന്റെ വിശപ്പിന് പരിശുദ്ധാത്മാവ് പരിഹാരം വരുത്താൻ പോവുകയാണ്. ഈ തലമുറയെ പരിശുദ്ധാത്മാവ് മിന്നുമേ കൃപാവരങ്ങളെ പകർന്ന് ലേഖ റാത്തോന റാജന അൽക്കദന ശാന്തരബി അൽപസ് കനാജിനെ അൽക്കദ റിബീനി ഗഷസ് ലിബിക്കൗഷസ് കമന ബിനു കുര്യൻ പ്രാർത്ഥിച്ചോ. റീക റബനെ അൽക്കദനു ശാന്തരെ അൽക്കദനി ജാനക ശാന്തരെ വൈഡൽ കടക. ഓ അട്ടസ്കമനി ഘടകവന അടഗദിനി ഘടകദന ചൂടറവന ഹൽക്കദനെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിന്റെ ശക്തി, ആ പുനരുത്ഥാന ശക്തി, ആ പുനരുത്ഥാന ശക്തി. അൽക്കദന അടഗദന അപ്പച്ച സഹായം എന്ന പേര് വിളിക്കുന്ന അപ്പച്ച പ്രാർത്ഥിച്ചു. അടഗജന ഗദിനി ബിലി ഘടകവന അൽക്കദന ജാനകേരിക അടഗദന ഘടകവന. അപരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കും. മോളെ മരിയം, മോളെ പ്രാർത്ഥിക്ക്. അൽക്കദന ഘടകവൻ കണ്ണടച്ച് പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവ് നിന്നെ തൊടും, പരിശുദ്ധാത്മാവ് നിന്നെ തൊടും, പരിശുദ്ധാത്മാവ് നിന്നെ തൊടും. യേശുവിന്റെ നാമത്തിന്റെ ശക്തി അടഗദന ഹദിരിബിനി ഘടകവന ബീന സോളമൻ അടഗദിനി ഘടകദന ലക്കറ ബീഷസ് കമന. അവരകത്ത് പച്ച ഷോൾ ഇട്ടിരിക്കുന്ന മോൾ പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിന്റെ സാന്നിധ്യം, യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഒരു അന്ത്യകാല ഉണർവിനായി പരിശുദ്ധാത്മാവിൽ നിന്നുള്ള എൻകൗണ്ടറുകൾ അടഗദിനി ഗദന ഘടക വൈഷസ് കമന അൽക്കദന ഗദിനി ഘടകദന അൽക്കദന ഖബരി. ഓ ആ ജിജി സാം പ്രാർത്ഥിച്ചോ. ഓ വടക്കേന്ത്യല്ല പ്രിയ ബാബു ആംഗ്ലി ബ്രദർ പ്രാർത്ഥിച്ചോ. റിബന ഘടകദന. നമുക്ക് തമ്മിൽ പരിചയമുണ്ടെങ്കിലോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുകയാണ്. അടുത്തൊരു തലം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ തുറക്കുകയാണ്. ശാന്തരവന ഘടകദന അടഗദന ഹദുരിബിലി ഘടകമന. മാഗേഷ് പ്രാർത്ഥിച്ചോ. ലിബന ജഗന ജോൺസൺ ബ്രദർ പ്രാർത്ഥിച്ചോ. ഷാസ്കനാദിന തുളസിദാസ് പ്രാർത്ഥിച്ചോ. ലക്കറബന ഘടക അനിൽ ബ്രദറെ പ്രാർത്ഥിച്ചോ. റൈഷസനാബിന അടഗദന ഘടകമന അൽക്കദന ഗദിരിബിലി ഘടകമന അംദൽ ഘടകമന അടഗജന ഗദിരിബിലി ഘടകമന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിന്റെ ശക്തി. നാബന ജഗന അടഗജന ഗദരബല ഘടകമന അടഗജന ഗദിരിബിലി ഘടകമന അൽക്കദന ഘടകമന അൽക്കമന ഘടകമന. ഉന്നത വിളിക്ക് യോഗ്യരായവരെ എന്റെ വിശ്വാസത്തെ വളർത്തണമേ, എന്റെ വിശ്വാസത്തെ വളർത്തണമേ, എന്റെ വിശ്വാസത്തെ വളർത്തണമേ. വചനത്താൽ ആത്മാവിനാ എന്റെ വിശ്വാസത്തെ വളർത്തണമേ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ മടിയില്ലാത്തവരുണ്ടെങ്കിൽ, ആത്മസ്ഥാനം പ്രാപിച്ചവരുണ്ടെങ്കിൽ അവരമർന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെയിംസ് പാസ്റ്റർക്ക് വേണ്ടി, ആന്റിക്ക് വേണ്ടി, പ്രിയ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ആത്യന്ത ശക്തി ഇന്ന് രാത്രി അങ്ങ് ഇവരോട് സംസാരിക്കണമേ. ഇവരുടെ മേൽ ആത്മാവിന്റെ ആഴങ്ങൾ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ അങ്ങയുടെ ആത്മാവ് ഇന്ന് പകൽ, ഇന്ന് രാത്രി ഈ സഭയുടെ മേൽ ആത്മാവിന്റെ അടുത്ത ഷിഫ്റ്റ് നടക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ.
ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പറഞ്ഞ സമയം വിട്ട് പിന്നെയും 15 മിനിറ്റ് മുമ്പോട്ട് പോയി. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ അടുത്തൊരു ഷിഫ്റ്റ് നടത്താൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എന്നോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഇന്നു മുതൽ ദൈവം നിങ്ങളോട് സ്വപ്നങ്ങളിലൂടെ സംസാരിക്കാം. പ്രാർത്ഥിക്കുന്നവരുടെ മുറിയിൽ ദൈവസാന്നിധ്യം ഇറങ്ങാൻ, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ, ദൈവത്തിൽ നിന്നുള്ള ഗ്ലോറിയുടെ വെളിപ്പെടൽ ശരീരത്തിൽ അനുഭവിക്കാൻ, ദൈവശക്തി ശരീരത്തിൽ അനുഭവിപ്പാൻ. മക്കളെ, ഞാനിതൊക്കെ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം സാക്ഷിയെ വെച്ചാൽ ഞാൻ പറയുന്നത്. എൻ്റെ അനുജന്റെ ഭാര്യ ബ്രദറുകാരിയായിരുന്നു. ഈ സൂം മീറ്റിങ്ങിലൂടെ എൻ്റെ തറവാട്ടിൽ പീച്ചിലിരുന്ന് അവൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നു. ഇവിടെ ഇന്ന് ഞാൻ നിൽക്കുക ചെയ്യുന്ന അന്ന് ഞാൻ ഇരിക്കുകയായിരുന്നു. അന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അവളുടെ മേലെ ആത്മാവിനെ തുറക്കാൻ പോവാന്ന്. അഞ്ചു എന്നാണ് അവളുടെ പേര്. ബ്രദറിൻ പശ്ചാത്തലത്തിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വർഷങ്ങൾ എത്ര 4-5 വർഷമായി ഞങ്ങളുടെ ചർച്ചയിൽ വരുന്നു. ദൈവദാസന്മാർ വന്ന മീറ്റിംഗ്, സെൻട്രൽ കൺവെൻഷന്റെ മീറ്റിംഗുകൾ, ഉപവാസ പ്രാർത്ഥന, ഒന്നിനകത്തും ആത്മമണ്ഡലം തുറന്നിട്ടില്ല. സൂമിലൂടെ പ്രാർത്ഥിച്ച് അന്ന് അവളുടെ മേൽ ദൈവശക്തി ഇറങ്ങി വന്ന് ഇരുന്ന കസേര അടിച്ച് പൊട്ടിച്ച് താഴെ വീണ് അവൾ അവിടെ നിന്ന് എഴുന്നേക്കുന്ന അന്യഭാഷ പറഞ്ഞോണ്ട. ബ്രദറുകാരി സൂമി കൂടെ അഭിഷേകം പ്രാപിച്ചു, ആത്മശാനം പ്രാപിച്ചു. ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വിശ്വസിക്കാതെ തരമില്ല, എനിക്ക് വിശ്വസിക്കാതെ തരമില്ല. ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ നിറവ് ഇവിടെ ചലിക്കുന്നത് കൊണ്ട്, ഇവിടെ ഇരുന്ന് ഞാൻ അന്ന് പ്രാർത്ഥിച്ചത്, ഈ നിറവ് നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മുറികളിൽ ഭയങ്കര ദൈവിക ഇടപെടലുകൾ നടക്കട്ടെ. എത്ര പേർ ദൈവത്തിൽ പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ആ ദേശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ഈ ദൂതന്മാർ, ഞങ്ങളുടെ ചർച്ചയിലകത്ത് പല കുടുംബങ്ങളിൽ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് കീ പറഞ്ഞുതരാം. ദൂതനെ കാണാനല്ല പ്രാർത്ഥിക്കണ്ടേ, ആത്മഭാരത്തോടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് സ്പിരിച്വൽ വേൾഡ് ഓപ്പൺ ആയില്ലെങ്കിൽ എന്നെ വിളിച്ച് പറ, പാസ്റ്ററെ ഞങ്ങൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചിട്ടും സ്പിരിച്വൽ വേൾഡ് ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ ആളുകൾക്ക് ദൂതന്മാരെ കാണാൻ ഒരു രസം ഉണ്ടാകാനും വേണ്ടി പ്രാർത്ഥിക്കുക, അതല്ല രസം. ആത്മഭാരമുണ്ടോ? നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് കരയാനൊരു ഭാരമകത്തുണ്ടോ? ഉണ്ടോ? സൗദി, നിങ്ങളെ വെറുതെ അല്ല കർത്താവ് കേരളത്തിൽ നിന്ന് സൗദിയിൽ അയച്ചവർ, കേരളത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിദേശങ്ങളിൽ അയച്ചവർ. നിങ്ങൾ പോയത് ജോലിയുള്ള ബന്ധത്തിലായിരിക്കാം, നിങ്ങൾ അവിടെ ഉദ്യോഗസ്ഥരുടെ ബന്ധത്തിലായിരിക്കാം, അപ്പനും അമ്മയും ജോലിയായതുകൊണ്ട് മക്കൾ അവിടെ പഠിക്കുകയായിരിക്കാം. പക്ഷേ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ നീ ദൈവത്തിന്റെ സ്ഥാനാപതിയാണ്. ആ ഒരു നിമിഷം എല്ലാ കാര്യങ്ങളും ഒന്ന് ഉയർത്തിപ്പെടും. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കും, നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കുശുമ്പ് കൂടാതെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന കാര്യങ്ങളെല്ലാം ഉയർത്തിപ്പെടും. എല്ലാം ഞാൻ കരം ഉയർത്തുന്ന പേര് ഞാൻ പറയാം. എനിക്കതിനൊന്നും മടിയൊന്നുമില്ല. പാസ്റ്റോട് നിങ്ങൾ എന്തോ വേണം പറഞ്ഞു, എനിക്കൊരു മറുപടി. മോളെ ആ പച്ച ഷാൾ കരം ഉയർത്തും, മോളെ കരം ഉയർത്തി പിടിക്കുമ്പോൾ എന്തായാലും ഈ പാസ്റ്റർ 48 വയസ്സുണ്ട് എനിക്ക്. ഈ അർദ്ധരാത്രി നേരത്ത് പാസ്റ്റർ പ്രസംഗിച്ചാൽ ഒരു വാക്ക് നിങ്ങൾ കൈയുയർത്തി പ്രാർത്ഥിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിൽ കൈപൊക്കി പ്രാർത്ഥിച്ചോ. എനിക്ക് നല്ല ധൈര്യമാണ്. എന്നെ ഇന്ന് രാത്രി, ഇന്നലെ ഉച്ച കഴിഞ്ഞ് എന്നോട് നിങ്ങളുടെ സഭയോട് ദേശത്തെ അവകാശമാക്കാൻ പ്രാർത്ഥിക്കാൻ എന്നോട് സ്വപ്നത്തിലൂടെ അരുളി ചെയ്ത ദൈവം ജീവനുള്ളവയാണ്. അവനത് നിങ്ങൾക്ക് വേണ്ടി വിഭജിച്ചു തരും. അവനത് കുടുംബങ്ങളുടെ നന്മകളായി വിഭജിച്ചു വരും. സ്വർഗീയ പിതാവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദാസകർത്താവ് ജെയിംസ് പാസ്റ്റർക്ക് കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഈ സഭയെ കുറിച്ച് എന്നോട് ഇന്നലെ ഉച്ച കഴിഞ്ഞ് സംസാരിച്ച ആ വാക്ക് ചൊല്ലി ഞാൻ ഈ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സകലവിധ നിറവുകളും ക്രിസ്തുവിന്റെ അപ്രമേയ ധനവും തുറന്നു നിൽക്കുന്ന സഭയാണ്. രാജ്യത്തിന് ഇവർ അനുഗ്രഹമാകട്ടെ. ആ രാജ്യത്ത് യേശു ജീവനുള്ള ദൈവമെന്ന് ഇവർ തെളിയിക്കട്ടെ. വിശ്വാസം അകത്തുണ്ടായിരുന്ന ദാനിയേൽ ആ രാജ്യത്ത് യഹോവ ജീവനുള്ള ദൈവമെന്ന് തെളിയിച്ചതുപോലെ കർത്താവേ, കൊറോണയെ വിടുവിക്കുമെന്നല്ല, ഞങ്ങൾക്കൊരു ദൈവം ഉണ്ടെന്ന് ആ ദേശത്ത്, അവർ ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്ത്, അവർ പഠിക്കുന്ന കലാലയത്തിൽ, അവർ താമസിക്കുന്ന ഫ്ലാറ്റുകളിൽ, അവരോട് കൂടെ യാത്ര ചെയ്യുന്നവരുടെ നടുവിൽ യേശുവേ അങ്ങ് തെളിയിക്കണമേ, അങ്ങ് തെളിയിക്കണമേ. അവന്റെ ജീവൻ, അവനാവശ്യമായ ഫെയ്ത്ത് ഇന്ന് രാത്രി അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദാസനെ കുടുംബത്തെ, ഓരോ കുടുംബങ്ങളെയും സഭയെ സ്വർഗം നൽകിയ
അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം.